ശരീരത്തിൻ്റെ ആവശ്യകതകൾ നിറവേറ്റാനുള്ള പ്രവൃത്തിയിലാണ് പ്രപഞ്ചം വ്യാപൃതമായിരിക്കുന്നത്. താത്വികമായ ചിന്തകളിലൂടെ, തത്വ അവലോകനത്തിലൂടെ, ആധ്യാത്മികമായ പര്യവേഷണത്തിലൂടെ നാം ശരിക്കുമ്പോൾ മാത്രമേ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകൂ. അവിടെ തുഞ്ചത്താചാര്യൻ വിശേഷിച്ച് ഏത് സന്ദർഭത്തിലും ഒരു രാക്ഷസ രാജാവിനോട് സംഭാഷണം ചെയ്യുന്ന ഒരു രാക്ഷസ അനുചരൻ്റെ സംഭാഷണത്തിലും ഈ ആധ്യാത്മിക തത്വം ഇവിടെയും വെച്ചിട്ടുണ്ട്. പല സ്ഥലത്തും വെച്ചുള്ള പോലെ തന്നെ ഈ സന്ദർഭ കാര്യം കേട്ടു, ഒരു രണ്ട് വാക്ക് ഉപദേശിച്ചു, കാലനേമി പുറപ്പെട്ടു എന്ന് പറഞ്ഞ് ഒതുക്കാൻ തയ്യാറില്ല. അവിടെ കാലനേമിയിലൂടെയും നമുക്ക് മനസ്സിലാവാനാണ്, ജനങ്ങൾക്ക് മനസ്സിലാവാനാണ്, അനുവാചകർക്ക് മനസ്സിലാവാനാണ്. എന്ത് വേണം? അതിന് ഇങ്ങനെയൊക്കെ വേണം. കാരണം ഇപ്പോൾ ചെയ്യുന്നത് നമ്മൾ എന്താണ് ഈ ചെയ്തത്? സർവവിഷയസംഘങ്ങളും കൈവിട്ട് സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ ആത്മനെ കണ്ടുവാണ്ട ആത്മാനമാത്മനാ സ്വാത്മോദയം കൊണ്ടു സർവലോകങ്ങളും. അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ആത്മനി ആത്മന, ആത്മാനം ആത്മനാ ദർശിക്കുന്ന നമ്മളെ നാം തന്നെ അകക്കണ്ണുകൊണ്ട് മനസ്സിലാക്കലാണ് ആത്മനി ദർശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പുറത്ത് കാണുന്ന കണ്ണ് മാത്രമല്ല യഥാർത്ഥമായിട്ടുള്ള കണ്ണ്, ഉള്ളിൽ ഒരു കണ്ണുണ്ട് എന്ന് വെച്ചാൽ ശ്രദ്ധ. ആ കണ്ണുള്ളത് കൊണ്ടാണ് നമ്മൾ പുറത്തുള്ളത് കാണുന്നതും കാണാതിരിക്കുന്നതും ഒക്കെ. ഇത് ശ്രദ്ധിച്ചു കഴിക്കുമ്പോൾ പോയ ആൾ ആരാന്ന് ചോദിച്ചാൽ ശ്രദ്ധ പുറത്തായതുകൊണ്ട് കണ്ണ് തുറന്നാലും അറിയൊന്നുമില്ല ആരാ പോകണമെന്ന്. വെറുതെ ഇരിക്കുന്നത് ആരൊക്കെയെന്ന് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ ഇതൊന്നും അറിയൊന്നുമില്ല. വന്നുപോയ ആളൊക്കെ വ്യക്തി അറിയും, ചില പരിചയയില്ലെങ്കിലും ഒരാൾ പോയതൊക്കെ മനസ്സിലാവും ഇന്നയാളാണ്. അപ്പോൾ അത് രണ്ടിനും കാരണം തുറന്നിരിക്കുന്ന കണ്ണല്ല, ഉള്ളിൽ ശ്രദ്ധയോടെ എല്ലാവരിലുള്ള അകക്കണ്ണാണ്. അപ്പോൾ ആ അകക്കണ്ണിലൂടെ ആത്മന അവനവനെ മനസ്സിലാക്കാനുള്ള ഒരു നിർബന്ധ ബുദ്ധി നാം കാട്ടുമ്പോൾ അതിനെന്ത് വേണം? പ്രത്യുഷസി ഉത്ഥായ ശുദ്ധോദയെ കുളിച്ചത്യന്ത ഭക്തിയോട് അർക്കോദയം കണ്ട് സന്ധ്യാനമസ്കാരവും ചെയ്തു ശീഘ്രമേകാന്തേ ഏകാന്തേ സുഖവാസനം പ്രാപിച്ചു തുഷ്ടനായി അധികാലത്ത് തന്നെ എഴുന്നേൽക്കുക, സൂര്യോദയം കാണുക, സൂര്യ നമസ്കാരങ്ങളൊക്കെ സാധിക്കുന്നതായിട്ട് ചെയ്യുക. അതിനുശേഷം എല്ലാ ഇന്ദ്രിയങ്ങളെയും പരമാവധി ബഹിർമുഖങ്ങളാക്കാതെ, ഇന്ദ്രിയങ്ങൾ നമുക്ക് നാക്ക്, തൊക്ക്, മൂക്ക് മുതലായിട്ടുള്ള പഞ്ചേന്ദ്രിയങ്ങൾ അതൊക്കെ തന്നെ, അതുപോലെ പൃഥ്വി, തേജോ, വായുരാകാശ എന്ന് പഞ്ചഭൂതങ്ങളുണ്ട്. ആ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഈ ശരീരത്തിൽ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും പഞ്ചകർമ്മേന്ദ്രിയങ്ങളും പ്രവർത്തിക്കുമ്പോൾ അതിനെയൊക്കെ തന്നെ കടിഞ്ഞാണില്ലാത്ത കുതിരയെ അഴിച്ചുവിടുന്ന പോലെ പഞ്ചേന്ദ്രിയങ്ങളെ അഴിച്ചുവിട്ടാൽ ഉന്നതി ഉണ്ടാവുകയില്ല. ഒന്നും അറിയാത്ത തിര്യക്ക് മൃഗങ്ങൾക്ക് അങ്ങനെ ആത്മനിയന്ത്രണവും ഇന്ദ്രിയ ജയവും ഒന്നും അറിയാത്തവരാണ് അത് സാധിക്കുന്നത്. മനുഷ്യന്മാർ മാത്രമേ ഉള്ളൂ. മനുഷ്യനാണ് ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ നിഗ്രഹം എങ്ങനെ ചെയ്യണം, എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കരുത്, മര്യാദ എന്നുള്ള വാക്ക് അതാണ്. മര്യാദ അതിർത്തി എന്നർത്ഥം. ജീവിതത്തിൽ ഏത് കാര്യങ്ങൾക്കും അതിർത്തി വെച്ചുകൊണ്ടാണ് മനുഷ്യൻ ചെയ്യുന്നത്. ഇന്ന തരത്തിലുള്ള വസ്ത്രാമ്പലത്ത് വരുമ്പോൾ ഇന്ന തരത്തിലുള്ള വസ്ത്രധാരണം വേണം, വേറൊരു സ്ഥലത്ത് പോലും അങ്ങനെയാവും. മറ്റേ പരിപാടികൾക്കുണ്ടാകുന്ന ബഹളമൊന്നും ഒരു പൂജ നടക്കുമ്പോൾ അവിടെ ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനത്തൊക്കെ ഓരോ മര്യാദകളാണ്. ഒരു സമ്മേളനം നടക്കാവട്ടെ, ക്ഷേത്രകാര്യം മാത്രമല്ല, ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ. ബസ്സിൽ കയറി ഒരാൾ നമ്മൾ പെട്ടെന്ന് അറിയിപ്പോൾ അയാൾ ഒരു ടവലെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അത് അയാളുടെ സീറ്റാന്ന് പറഞ്ഞാൽ നമ്മൾ മാറി കൊടുക്കാറുണ്ട്. അതൊക്കെ ഒരു മര്യാദയല്ല, നിയമമൊന്നുമില്ല. ടവലിട്ട ആൾക്ക് സീറ്റ് കൊടുക്കണമെന്നൊന്നും എവിടെ എഴുതി വെച്ചിട്ടില്ല. പക്ഷേ അത് അയാളുടെ സീറ്റാണ്, മാറുന്ന ഒരു മര്യാദയുടെ, അതിൻ്റെ പേരാണ് മര്യാദ എന്ന് പറയുന്നത്. ഒരു അതിരുണ്ട് എല്ലാറ്റിനും. എന്തും കാട്ടാന്നുള്ള വരുമ്പോൾ അതിൻ്റെ പേര് തോന്നിയവാസമാണല്ലോ. അപ്പോൾ തോന്നിയവാസം ആവാതെ കഴിച്ചു കൂട്ടാനുള്ള ആത്മനിയന്ത്രണത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ജന്മമാണ്, ഒരു ജീവിയാണ് മനുഷ്യൻ എന്നുള്ളതാണ്. അപ്പോൾ അത് പരിപാലിക്കുമ്പോഴേ മനുഷ്യനാവുന്നുള്ളൂ, നമ്മുടെ ധർമ്മം പുലർത്തുന്നുള്ളൂ. അത് സത്യധർമാദികൾ വെടിഞ്ഞുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. മനുഷ്യനുള്ള പദത്തിന് അർഹത പോലും ഉണ്ടാവുന്നില്ല എന്നർത്ഥം. അപ്പം അങ്ങനെയുള്ള ആ അവസ്ഥയിൽ കണ്ട് ആത്മാനം ആത്മന സ്വാത്മോദയം കൊണ്ട് അവനവന് ഉള്ള പ്രവൃത്തികൾ എന്ത് വേണം വേണ്ട എന്ന് അവനവൻ തന്നെ ചെയ്യുക.
നമുക്കു നാമെ പണിവതുനാകം നരകവും അതുപോലെ. ഉള്ളൂർ പറഞ്ഞതാണ്, നമിക്കലുയരാം നടുകൾ തിന്നാം നൽകുകിൽ നേടിയിടാം നമുക്കു നാമെ പണിവതുനാകം നരകവും അതുപോലെ. നമിക്കിൽ ഉയരാം, നമസ്കരിച്ചാൽ വിനയം ഉണ്ടായി, വിനയം വച്ചിടുന്നവന് വിശ്വവും വശ്യമായി വരുമെന്നാണ് ചൊല്ലി. അപ്പോൾ എപ്പോഴും ആ നമ്രത, നമിക്കാനുള്ള ഒരു ഇത്, ഞാനാണ് എല്ലാവരിനേക്കാൾ വലുതെന്ന് ചിന്തിക്കാതെ എല്ലാവരും എന്നേക്കാൾ വലുതെന്ന് മനസ്സ് ചിന്തിക്കാൻ നമിക്കാൻ അപ്പോഴേ തോന്നുള്ളൂ. ഒരാളെ കണ്ടാൽ നമിക്കാനെങ്കിൽ തോന്നണമെങ്കിൽ അയാൾ വലുതാന്നൊരു തോന്നൽ വേണം. ഞാൻ തന്നെ വിളിച്ചാൽ എന്താ നമിക്കേണ്ട ആവശ്യം, എൻ്റെ ആവണക്ക് അങ്ങനെയാണല്ലോ, ഞാൻ തന്നെ വേണ്ടേ. ഇപ്പോൾ ആവശ്യം വന്നപ്പോൾ വന്നേ ഉള്ളൂ, അല്ലാത്തപ്പോഴൊക്കെ എന്നെപ്പോലെ ആരും ഇല്ലാന്ന് ഒന്ന് ഇറങ്ങാൻ പറ്റില്ല. ചെറുവിരൽ ഇളക്കി കഴിഞ്ഞാൽ അവൻ്റെ തല കൊയ്യാൻ ഒരു മടിയില്ലാത്ത രാക്ഷസനാരാവണൊക്കെ. ഇപ്പോൾ ആവശ്യത്തിന് വന്നതെന്ന് മാത്രം. പക്ഷേ എപ്പോഴും നമുക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഇപ്പോൾ ആൾക്കാർ പറയും, നമ്മളിപ്പോൾ ടൗൺ ജീവിതത്തിലൊക്കെ ആൾക്കാർ ധാരാളം അടുത്ത ഫ്ലാറ്റിൽ ഇരിക്കുന്ന ആൾ മറ്റുള്ളവർ അറിയില്ല, കാരണം കണ്ടാൽ ചിരിക്കാറൊന്നുമില്ല. പിന്നെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ അഡ്രസ്സൊക്കെ പറയുമ്പോൾ അത് തന്നെയാണ് ഞാൻ താമസിക്കുന്നത്, മൂന്നാമത്തെ നമ്മളതുവരെ കണ്ടായിട്ട് ഓർക്കില്ല. പിന്നെ സമയമില്ലല്ലോ കാണാനൊക്കെ, ചിരിക്കേണ്ട ആവശ്യം എന്തിരിക്കും. ചിരിക്കാനുള്ള ഒരേ ഒരു അവസരം കിട്ടിയ ജീവി മനുഷ്യനാണ്. ഞാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏതെങ്കിലും ജീവികൾ പരസ്പരം ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? കാണാൻ സാധിക്കില്ല, മനുഷ്യന് മാത്രമേ അത് സാധിക്കില്ല. അപ്പോൾ അപൂർവമായിട്ടുള്ള ഒരു ഭാഗ്യം കൂടിയാണ് ഒരാളെ കണ്ട വിഷ് ചെയ്യാനും ചിരിക്കാനുള്ള ഒരു അവസരം. അതും നമ്മൾ നിഷേധിച്ചാൽ എന്ത് ചെയ്യും? അപൂർവമായി നാവെന്നുള്ളത് പറഞ്ഞല്ലോ നമുക്ക്. അക്ഷരം വിദ്യ, അത് ഈ അക്ഷരങ്ങളൊക്കെ തന്നെ ഒരിക്കലും നശിക്കാത്തതാണ്, നല്ലത് മാത്രം പറയണം എന്ന് പറഞ്ഞാൽ നാവ് ലഭിച്ചാൽ ആ നാവ് കൊണ്ടും പരദോഷവും കൊള്ളതായും മാത്രമേ പറയുള്ളൂ എങ്കിൽ എന്താണ് ആ ലഭിച്ചതിന് പ്രയോജനം? പരസ്പരം കണ്ടാലൊന്ന് ബഹുമാനിക്കാനോ ചിരിക്കാനോ പോലും തോന്നാത്ത അവസ്ഥയിലാണെച്ചാൽ ഈ മനുഷ്യൻ്റെ ഈ ഗുണങ്ങൾ കിട്ടിയിട്ട് എന്താണ് കാര്യം? ഒരുപാട് സമ്പത്തുണ്ടെങ്കിൽ മറ്റവരെ സഹായിക്കാനുള്ള മനസ്സിലെങ്കിൽ സമ്പത്ത് കൊണ്ട് ആ മനുഷ്യൻ എന്താണ് കാര്യം? വിദ്യയുണ്ടെങ്കിൽ ജ്ഞാനത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാതെ സ്വാർത്ഥത്തിന് മാത്രം ആ വിദ്യ കൊണ്ട് നടക്കുമെങ്കിൽ, അല്ലെങ്കിൽ കലഹങ്ങൾക്ക് മുൻകൈ എടുത്തുകൊണ്ട് നാട്ടിനെ പോലും കൊള്ളരാത്ത അവസ്ഥയിൽ കൊണ്ടുപോകാനാണ് ഒരാൾ ശ്രമിക്കുന്നെങ്കിൽ അയാൾക്ക് കിട്ടിയ വിദ്യ കൊണ്ട് എന്താണ് ലാഭം? അതിനാണ് ഈ സംസ്കാരം എന്ന് പറയുന്നത്. അതൊക്കെ കൃത്യമായിട്ട് ആരും പറയാതെയും പ്രത്യേകം പഠിക്കുകയൊന്നും ആവശ്യമില്ല, മര്യാദ കാട്ടുന്നവർ തന്നെയാണ് 90% ജനങ്ങളും. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാടിങ്ങനെ ആയല്ലോ ഒക്കെ പറഞ്ഞാലും നാട്ടിലധികം പേരും എത്രയോ കാലങ്ങളായി നന്മയുടെ ഭാഗമാണ്. നമുക്ക് പരിചയമുള്ളവരാവാം, പരിചയമില്ലാത്തവരാവാം, ക്ഷേത്രങ്ങൾ വരുന്നവരാവാം, വരാത്തവരാവാം, പുരാണം പഠിച്ചവരാവാം, പഠിക്കാത്തവരാവാം. പക്ഷേ ഈ അറിയാതെ തന്നെ നമ്മളിലൊരു സംസ്കാരം അത് നിലനിൽക്കുന്നുണ്ട്. ഭൂരിപക്ഷം പേര് അത് ശീലിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സംസ്കൃതി പരമ്പരയാ മനുഷ്യൻ എന്ന അവസ്ഥ ലഭിച്ചവർക്ക് തന്നെ കാലങ്ങളനുസരിച്ചത് കൂടുതൽ ശക്തമായി തന്നെ ഈ അങ്ങനെ പരമ്പരയാ തന്നെ ലഭിച്ച ഒരു ദിവ്യമായിട്ടുള്ള കഴിവുകളാണ്. അപ്പോൾ അതിനെ മനഃപൂർവ്വം ഇല്ലാതാക്കുന്ന അവസ്ഥയിലാണ് രാക്ഷസീയ പ്രതികൾക്കുള്ളത്. അപ്പോൾ മനുഷ്യൻ രാക്ഷസനാവുമ്പോൾ ഈ ഇല്ലാതാക്കലുകൾ, നന്മകളെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ദേഹബുദ്ധി എന്നത് വിട്ട് ദേഹബുദ്ധിരിന്ദ്യാദ്യങ്ങളും നിത്യനാം ദേഹി സർവത്തിനും ആധാരമായതും ആ ബ്രഹ്മസ്തംഭപര്യന്തം ആയെന്തോന്ന് താല്പര്യം ഉൾക്കൊണ്ടു കണ്ടതും കേട്ടതും. അതുകൊണ്ട് ഈ പ്രകൃതിയുടെ ഭാവത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആ പരബ്രഹ്മസ്വരൂപനായിട്ടുള്ള ഭഗവാൻ ഓരോ ജീവാത്മാക്കളായി മാറിക്കൊണ്ട്, നമ്മളൊക്കെ ജീവാത്മാക്കൾ, പരമാത്മാവല്ല, പക്ഷേ പരമാത്മാവിൻ്റെ സ്വരൂപം തന്നെയാണ്. ഒരു കടലിൽ ഏത് ഭാഗത്താണ് ഉപ്പ് കൂടുതൽ നോക്കില്ല, ആ ഭാഗത്ത് ഒരേപോലെ ഉപ്പുണ്ടാവും. അപ്പോൾ ഉപ്പ് കൂടുതലുള്ള ഭാഗം കടൽ ഗംഭീരം, ഉപ്പ് കുറഞ്ഞ അങ്ങനെയൊന്നുമില്ല, ഒരേപോലെയാണ് എല്ലാ ഭാഗത്തും. ഒരു പിടി എള്ളെടുത്ത് ആട്ടാൻ എള്ളെണ്ണ കിട്ടും, അതിൽ എള്ളിൻ്റെ ഏത് വശത്താവും എണ്ണ അധികം ഉണ്ടാവും ചിന്തിക്കേണ്ടതേയില്ല. കാരണം എല്ലാവിടെയും തുല്യമായി നിൽക്കുകയാണ്. പരബ്രഹ്മസ്വരൂപനായിട്ടുള്ള ആ ഭഗവാന്റെ ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദത എന്ന് ആദ്യം തന്നെ പറഞ്ഞതുപോലെ ബ്രഹ്മ, പരമാത്മാ, ഭഗവാൻ എന്നൊക്കെ പറയപ്പെടുന്ന ആ സ്വരൂപം സമസ്ത ചരാചരങ്ങളിലുമുണ്ട്.
ഒന്ന് തന്നെയാണ്. ആരിലാണുള്ളത് വെച്ചാൽ എല്ലാവരിലും ഉണ്ട്. ആരില്ല ഇല്ലാത്തത്? ഒരാളിലും ഇല്ലാതിരിക്കുന്നില്ല എന്ന അവസ്ഥ തന്നെയാണ് നമുക്കുള്ളത്. അത് തിരിച്ചറിയലാണ് വാസ്തവത്തിൽ ഈ എല്ലാ ഗ്രന്ഥങ്ങളിലൂടെയും കഥകളിലൂടെയും. ഇവിടെ അത് തന്നെ പറഞ്ഞ് അതായത് ബ്രഹ്മാവ് മുതൽ സ്തംഭം, ഒരു തൂണ് വരെ അല്ലെങ്കിൽ ഒരു പുൽക്കൊടി വരെ എല്ലാറ്റിലും ഒരേപോലെ ഒക്കെ പ്രകൃതി എന്നത്രേ ചൊല്ലപ്പെടും. സ്വർഗുരുമായ എന്നും സൽഗുരുമായ എന്നും പറഞ്ഞിരുന്നു. അപ്പോൾ ഗുരുക്കന്മാർ ഇങ്ങനെ എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്ന സമസ്ത ചൈതന്യത്തെ വ്യഷ്ടിയായിട്ട് വേർപെടുത്തി കാണുന്ന, സമഷ്ടിയും വ്യഷ്ടിയും രണ്ട് സമഷ്ടി എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും കുടികൊള്ളുന്ന ഒന്ന്, വ്യഷ്ടി വേറെ ഓരോന്ന് പൃഥക് എന്ന് പറയും. ഓരോ ജീവനുകളിൽ വ്യത്യസ്തമായി കാണുന്ന ഇത് കാണുന്നു. പക്ഷെ വ്യത്യസ്തമായി കാണുന്നത് ഒന്ന് തന്നെയാണ്. ഈ കണ്ട ലോകവൃക്ഷത്തിൽ അനേകത സർഗസ്ഥിതി വിനാശങ്ങൾക്കു കാരണം ലോഹിതേശ്വ കൃഷ്ണാദി മയങ്ങളാം ദേഹങ്ങളെ ജനിപ്പിക്കുന്നതും മായ. അപ്പോൾ മായയുടെ ഫലം കൊണ്ടാണ് നമുക്ക് ഈ കാണുന്ന ചെടികളും വൃക്ഷങ്ങളും ചെമ്പും സ്വർണവും മുതലുള്ള ലോഹങ്ങളും അതുപോലെ ദേഹങ്ങളും ഒക്കെ ജനിപ്പിക്കുന്നതും മായ എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ സങ്കല്പ വികല്പാത്മകം മനഃ എന്ന് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് ഈ ചിന്തകളെ ഉണ്ടാക്കിക്കൊണ്ട് ചിന്തയിലൂടെയാണ് പ്രപഞ്ചം കെട്ടിപ്പടുത്തുന്നതെന്നാണ് ആദി ഗുരുക്കന്മാർ പറയുന്നത്. വാസ്തവത്തിൽ ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ കാണുന്ന ആകാശമൊക്കെ ഉണ്ടോ? എവിടെ പോയാലും തന്നെയല്ലേ. ഇനി എത്ര മുകളിൽ പോയാലും ആകാശം മുട്ടേന്ന് ഭംഗി പറയുന്നില്ലേ ഉള്ളൂ. ആകാശം മുട്ടാൻ കഴിയില്ല, അതില്ല, ഉണ്ടെങ്കിലല്ലേ മുട്ടാൻ. ആകാശം എന്നിങ്ങനെ വലിയ റാന്ന് എഴുതിയ പോലെ ഒരു ഇത് എവിടെയും താഴ്ത്തി വെച്ചിട്ടില്ല. അത് അന്തരീക്ഷം ദീർഘം പറയേണ്ടതില്ല. സംസ്കൃതത്തിൽ അന്തരീക്ഷം കൂടെയാണ് ആകാശം. അതിന് ശബ്ദഗുണകം ആകാശം എന്നുള്ള ശബ്ദം നമുക്ക് ആകാശമുള്ളതെന്ന് വെച്ചാൽ ആ ഒരു അവസ്ഥ അതിൻ്റെ ഗുണമായിട്ട് പറയുന്ന അത്രയെന്നേ ഉള്ളൂ. അത് ഇല്ലാത്തതാണ്. ആകാശം പോലും ഇല്ല ഈ പ്രപഞ്ചത്തിൽ. നമ്മുടെ കണ്ണിൻ്റെ ദൃഷ്ടിയിൽ പരിമിതിക്കപ്പോൾ നമുക്ക് കാണാൻ കഴിയും. ദീർഘദൂരത്തിൽ കാണാനുള്ള അപരിമിതമായ അറ്റം വരെ കാണാൻ കഴിയുന്നവരാണ്. അതാണ് നക്ഷത്രങ്ങൾ ആകാശത്ത് കാണില്ലേ. ആകാശത്തിലെ വർണ്ണങ്ങൾ ഓരോ പൊട്ടിട്ട് പോലെ വെച്ചതല്ലല്ലോ, അതൊക്കെ ഓരോ ഗോളങ്ങളല്ലേ. ചെറിയ ഗോളങ്ങൾ നക്ഷത്രങ്ങൾ വലുതാവുമ്പോൾ ചന്ദ്രനെ കാണും. വലിയ നക്ഷത്രം കുറേ കൂടെ വലിയ ഗോളമാണ്. ചന്ദ്രൻ്റെ മറയൽ കാരണം ഗ്രഹണം പോലെ വന്നും പോയിക്കൊണ്ടിരിക്കും. സൂര്യൻ്റെ തേജസ് നമ്മൾ എന്നും കാണുന്നു. അതും അസ്തമിക്കുമ്പോൾ ഭൂമിയുടെ മറുഭാഗത്ത് നമുക്ക് ഇവിടെ ഇരുട്ടാവും, ഇങ്ങോട്ട് വരുമ്പോൾ വെളിച്ചമാവും. ഇങ്ങനെ ആവർത്തിച്ച് കൊണ്ട് നടക്കുന്ന ഈ പ്രകൃതി തന്നെ എന്താണ്? ഇതൊക്കെ സങ്കല്പം കൊണ്ട്. അതായത് ഇരുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇരുട്ടെന്നുള്ള സാധനം ഉണ്ടോ എന്ന് വെച്ചാൽ ഇരുട്ടിനെ പറയുന്നത് തർക്കശാസ്ത്രത്തിൽ ഇരുട്ടെന്ന് പറഞ്ഞാൽ ഇരുട്ടില്ല. പിന്നെന്താ? അത് വെളിച്ചത്തിൻ്റെ അഭാവമാകുന്നു. സൂര്യൻ പോയി അല്ലെങ്കിൽ വെളിച്ചം പോയി, ഇവിടെയും പോയിട്ടില്ലേ? ഈ ലൈറ്റ് പോയാൽ അവിടെ ഇരുട്ടാവും. അപ്പോൾ ലൈറ്റുള്ളപ്പോൾ അപ്പോൾ ഇരുട്ടുണ്ടോ ചോദിച്ചാൽ ഇല്ല. അപ്പം പിന്നെ എപ്പോഴാണ് ഇരുട്ട് വരുന്നത്? വെളിച്ചം പോകുമ്പോൾ, സൂര്യൻ മറയുമ്പോൾ. അപ്പോൾ ഭൂമിക്ക് ഒത്തിരി വ്യത്യാസമൊന്നുമില്ല. സൂര്യൻ മറഞ്ഞുകൊണ്ട് നമുക്ക് ഇരുട്ട് എന്ന് തോന്നുകയാണ്. എപ്പോൾ ഉദിക്കുന്നോ? എവിടെയും പോയി വിളിച്ചിരിക്കണമെന്നില്ല. എവിടെയും പോയിട്ട് വിളിച്ചിരിക്കുകയല്ലോ, ഇല്ല. ആ വെളിച്ചത്തോടെ ആ സെക്കൻഡിൽ അവിടെ എന്ത് വന്നു കഴിഞ്ഞിരിക്കണു? വെളിച്ചം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇരുട്ടില്ല എന്ന് വന്നു കഴിഞ്ഞിരിക്കും. അപ്പോൾ അതുപോലെയാണ് നമ്മൾ, അത് സങ്കല്പമാണ്. ഇരുട്ടെന്നുള്ളത് സങ്കല്പമാണ്. വെളിച്ചം സൂര്യനിലൂടെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ഇരുട്ടുണ്ടാക്കുന്ന രജനീകരൻ എന്നൊക്കെ ചന്ദ്രന് പര്യായം ഉണ്ടെങ്കിൽ രജനി ഉണ്ടാക്കുന്ന ആളല്ല. ദിവാകരൻ എന്ന സൂര്യന് പര്യായമുണ്ട്, ദിവ്യ ഉണ്ടാക്കുന്ന ആൾ. കരം എന്ന് പറഞ്ഞാൽ രശ്മികളാണ്. ദിവാകരൻ പകലുണ്ടാക്കുന്ന രശ്മികളോട് കൂടിയ ആൾ ദിവാകരൻ, പ്രഭാകരൻ മുതലായതൊക്കെ സൂര്യൻ്റെ പര്യായങ്ങളാകുമ്പോൾ ഇവിടെ ചന്ദ്രൻ ഇരുട്ടുണ്ടാക്കുന്നപ്പോൾ മറ്റേ അമാവാസി ദിവസം ഇരുട്ടാവുന്നുണ്ട്. പൂർണ്ണചന്ദ്ര ദിനത്തിലും നാട് കാണാൻ കഴിയുന്നേ ഉള്ളൂ, ഇരുട്ട് ആവുന്നുണ്ട്. സൂര്യൻ്റെ അഭാവം തന്നെയാണ് പകലിരവുകളുടെ നിധാനം. അപ്പം അതുപോലെ തന്നെ ഇല്ലാത്തതിനെ സങ്കല്പത്തിലൂടെ ഇരുട്ട് നല്ല ഇരുട്ടാണല്ലോ എന്നൊക്കെ പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇല്ലാത്തതാണ് ഇരുട്ട്, എന്നാലും അത് പറയുന്നുണ്ട്. എന്ന പോലെയാണ് ഈ ദേഹങ്ങളെ ഒക്കെ ഓരോ ആളായിട്ടും ഓരോ വൃക്ഷങ്ങളായിട്ടും ഓരോ വസ്തുക്കളായിട്ടും നാം വിലയിരുത്തുന്നത് ഈ സത്ത് പരമമായ ചൈതന്യം. ആ ചൈതന്യം പോണ വരയ്ക്ക് മാത്രമേ ഉള്ളൂ. സൂര്യൻ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഇരുട്ട് കാണുന്നു, ഇല്ല ഇരുട്ട്.
അതുപോലെ മനുഷ്യ ശരീരത്തിനോ ജീവികളുടെ ശരീരത്തിനോ ആ സത്തായിട്ടുള്ള ചൈതന്യം അവിടെ നിന്ന് മെല്ലെ പിൻവലിഞ്ഞു കഴിഞ്ഞാൽ ഇത് ജഡമായി. സത്ത് പോയി എന്ന് പറയുന്നത് ചത്തുപോയി എന്ന് പറയുന്നത്. അപ്പോൾ വെറും ജഡമായി. പോയതെന്താ? സത്താണ്. ഈ ജഡമായിട്ടുള്ളവർ കിടക്കും. അപ്പോൾ നമ്മൾ സങ്കല്പത്തിൽ ഇയാൾക്ക് ജീവനുണ്ട്, ഇയാൾ ആളാണ്, അല്ലെങ്കിൽ ഞാൻ ആളാണ് എന്ന് വിചാരിക്കുന്ന അവസ്ഥ കേവലം ആ കാലമെടുക്കുമ്പോൾ സത്ത് പോകുന്നതോടെ അത് ആ അവസ്ഥയില്ല. പിന്നെ ആൾക്ക് കണ്ടിട്ട് നടക്കാൻ പറ്റുമോ? സംസാരിക്കാൻ പറ്റുമോ? സംസാരിച്ചാൽ ശരിയാവുമോ? പ്രശ്നമായി എന്തായി? ഒരാൾ കണ്ടിട്ട് നിന്ന് വീണ്ടും സംസാരിക്കാൻ തുടങ്ങിയാൽ. അതുകൊണ്ട് അതൊക്കെ വെറും സങ്കല്പങ്ങളിലാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാലനിമയിലൂടെ എഴുത്തച്ഛൻ നമ്മളെ പറഞ്ഞു തരുന്നത്. അവിടെ പുത്രഗണം കാമക്രോധാദികളെല്ലാം പുത്രികളും തൃഷ്ണാഹിംസാദികളാകടോ തൻ്റെ ഗുണങ്ങളെ കൊണ്ട് മോഹിപ്പിച്ചു തൻ്റെ വശത്താക്കും ആത്മാവിനെ അവൾ. അപ്പം ആത്മാവിനെ പോലും അതാത് വസ്തുക്കളുടെ ഗുണങ്ങളെ കൊണ്ട് തൻ്റെ വശത്താക്കേണ്ട. പ്രകൃതിയുടെ വശത്ത് വരുമ്പോൾ പ്രകൃതമായിട്ട് നമുക്ക് ഓരോരോ സ്വഭാവങ്ങളുണ്ട്. ആ സ്വഭാവങ്ങളെ ഇവിടെ പുത്രന്മാരായിട്ട് കണക്കാക്കുന്നത് കാമക്രോധാദികളൊക്കെയാണ്. മതമത്സരങ്ങൾ പുത്രനായിട്ട് ഭാവത്തിലാണെച്ചാൽ പുത്രിമാരായി തൃഷ്ണ ഹിംസ മുതലായതാണ് പുത്രിമാരായി കണക്കാക്കുന്നത്. എന്ന് വെച്ചാൽ പുത്രന്മാരൊക്കെ കാമക്രോധാദികളും പുത്രിമാരൊക്കെ തൃഷ്ണകളും ഹിംസകളും അല്ല. നമ്മൾ തന്നെ നമ്മളൊപ്പം കൊണ്ട് നടക്കുന്ന നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പുത്രനും പുത്രിമാരൊക്കെ ഇതുപോലെ കാമക്രോധാദികളായിട്ട് നമ്മൾ കൊണ്ടുനടക്കുക. അതിനെ നമ്മൾ പുത്രനായി കൊണ്ടുനടക്കുന്നത്. യഥാർത്ഥ പുത്രനും പുത്രിയേക്കാൾ ഈ കാമം ക്രോധം എപ്പോഴുണ്ട്, എപ്പോൾ വേണമെങ്കിൽ വരാം. മറ്റേവർ അവരുടെ സ്ഥലത്താണെന്ന് വെച്ചാൽ കാണുമ്പോഴേ കാണാൻ പറ്റുള്ളൂ. ഇത് ഉള്ളിൽ തന്നെ ഉള്ളതല്ലേ. ഉള്ളിലുള്ള പുത്രന്മാരും പുത്രിമാരും ആരോടും എപ്പോഴും ദേഷ്യപ്പെടാം. അതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? അപ്പം ചാടിപ്പുറത്ത് വരില്ലേ ആ പുത്രനും പുത്രിയൊക്കെ? ഈർഷ്യ വരുന്നു. ഹിംസാത്മകമായിട്ടുള്ള വാക്കുകൊണ്ടായ പോലും ഹിംസയാണ്. അപ്പം അങ്ങനെ ഒരു ഭാവത്തെ നമ്മൾ യഥാർത്ഥത്തിലുള്ള പുത്രന്മാരും പുത്രിയേക്കാൾ കൂടുതൽ കാമക്രോധാദികളായിട്ടുള്ള പുത്രന്മാരും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഇതൊക്കെ ഈ തൃഷ്ണ കൊണ്ട് നമുക്കുണ്ടാക്കി തരുന്നത് മായാബലം കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ, അത് കാണുന്നുണ്ടോ? നമ്മൾ ദേഷ്യം നമ്മുടെ ഉള്ളിലുണ്ടെന്ന് കാണുന്നുണ്ടോ? ഒന്നും കാണുന്നൊന്നുമില്ല. പക്ഷെ വരുന്നില്ല. ആർക്കാ ദേഷ്യം വരാത്തത്? എനിക്ക് ജീവിതത്തിൽ ഇതുവരെ ഒരു ദേഷ്യം വന്നിട്ടില്ല എന്ന് ഒരാൾ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുമോ? അങ്ങനെ അയാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് വേണം? അയാളെ ചികിത്സിക്കണം. എന്തോ പ്രശ്നമുണ്ടല്ലോ. ഇതുവരെ ഞാൻ ഒരാളോട് ദേഷ്യം നിർവ്വതേ ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ എന്തോ പ്രശ്നമുണ്ട് ആൾക്ക്. അതാണ്. അപ്പോൾ നമുക്ക് സാധാരണ എല്ലാവർക്കും എന്തുണ്ടാവും? ദേഷ്യം ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. അപ്പം അത് വാസ്തവത്തിൽ ഉള്ളിലുള്ള നമുക്ക് കാണുന്നുണ്ടോ? ദേഷ്യം എന്നുള്ള വസ്തു എൻ്റെ വലതു ഭാഗത്താണ്, ഇടതു ഭാഗത്താണ്, ഹൃദയത്തിലാണെന്നൊക്കെ. ഹൃദയം തന്നെ മറ്റേ നമ്മൾ കാണുന്ന മനസ്സ് എന്നുള്ള സങ്കല്പമാണ്. ഹൃദയം മറ്റേ അനാറ്റമി പ്രകാരം ഹൃദയം എന്നുള്ളത് നമുക്ക് പഠിക്കാൻ കഴിയും. പക്ഷെ നമ്മൾ പറയുന്ന ഹൃദയം ഇങ്ങനൊരു മറ്റേ ദുഷ്ടഹൃദയമില്ലേ എന്നൊക്കെ പറയില്ലേ, അത് അതിൻ്റെ ഇതല്ലല്ലോ. സാധാരണ രീതിയിൽ ചീത്ത സ്വഭാവം മനസ്സിനെ ഉദ്ദേശിക്കുന്നത്. ഹൃദയവും മനസ്സും വ്യത്യാസം രണ്ടാണ്. എങ്കിൽ പോലും നമ്മൾ സാധാരണ പ്രയോഗിക്കുന്നതൊക്കെ ഹൃദയത്തിൽ ഞാൻ അത്ര ഇഷ്ടപ്പെട്ടു പോയി എന്ന്. ഹൃദയത്തിൽ എന്താ ഇഷ്ടപ്പെടാതൊന്നുമില്ല, അത് മനസ്സാണ്, സങ്കല്പമാണ്. അപ്പോൾ മനസ്സിൻ്റെ ആ ഒരു വിചാരം അതിനെയാണ് മായ ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് അപ്പം ചാടി വരുന്നു, അതില്ലാതാവുന്നു. ഇങ്ങനെ കർത്തൃത്വബോക്തൃ. അപ്പോൾ ചെയ്യുന്നവരെ ഇയാളാണ്. അപ്പോൾ ഇയാൾ ഭഗവാനാണ് അഥവാ ഈശ്വരനാണ്, ബ്രഹ്മാണെന്ന് പറയുമ്പോൾ അയാൾ വേറൊരാളെ കയറി അടിച്ചോ അല്ലെങ്കിൽ മാരകമായിട്ട് കുത്തിക്കൊന്നു വയ്ക്കുക. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ ആൾക്കാരെ കുത്തിക്കൊല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ അടിക്കുമോ? ഇത്തരം തോന്നിയവാസം പറയൂ എന്ന് വെച്ചാൽ അവിടെയാണ് ഈ പ്രകൃതി നിർബന്ധമായി തൻ്റെ ഗുണത്തിലേക്ക് ആരോപിക്കാനുള്ളതിനെ ആരോപിക്കേണ്ട, ഇല്ലാത്തതിനാണ് ആരോപിക്കുന്നത്. യഥാർത്ഥത്തിൽ ചെയ്യാത്തതിനെ ചെയ്തു എന്ന് പറയാൻ ആരോപിക്കുക. നന്മയായാലും തിന്മയായാലും അത് ആരോപിക്കലാണ്. അപ്പോൾ ആ ഇതിൽ പറയുന്നത് തന്നെ എന്താ? ഈ ആരോപിക്കൽ അഥവാ ഈ ശരിയായിട്ടുള്ള ഒരു ആളുടെ എന്ന് വെച്ചാൽ പരബ്രഹ്മത്തിൻ്റെ അവസ്ഥ മാറി ഈ വ്യക്തികളുടെ ഗുണം എന്തൊക്കെ ഉണ്ടാവുമോ? അപ്പോൾ ഗുണനിർമ്മിത സങ്കല്പം കൊണ്ടാണ് ഈ ഗുണങ്ങൾ ഉണ്ടാകുന്നത്. ഈ ഗുണസഹിതരാണ് എല്ലാ ജീവികളും. 3 ഗുണങ്ങളുണ്ടാവും. ആ 3 ഗുണത്തിന് അതീതമായിട്ട് വരയ്ക്കുന്ന ത്രിഗുണാതീതയാണ് ജഗദമ്പിയ എന്നൊക്കെ പറയുമല്ലോ. കാലാതീതയാണ്, ത്രിഗുണാതീതയാണ്. പക്ഷേ നമ്മളൊക്കെ എല്ലാ ഗുണങ്ങൾക്കും അടിമപ്പെട്ടവരാണ്. അത് ജന്മനാളുള്ളതാണ്. അത് ഈ പ്രകൃതിയാണ്. ആ പ്രകൃതിയുടെ ഫലമായിട്ടുള്ള ഈ ഗുണങ്ങളിലൊക്കെ തന്നെയും നമ്മൾ മനസ്സ് കൊടുക്കുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. അയാൾ നല്ലതാണ്, അയാൾ ചീത്ത ആളാണ്, അയാളുടെ സ്വഭാവം എന്താണ് നല്ലതെന്നുള്ളത്. യഥാർത്ഥത്തിൽ ആ അയാളെന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കിൽ എന്താ? ഒന്ന് മാത്രമേ ഉള്ളൂ, ഭഗവാൻ മാത്രമേ ഉള്ളൂ.
ആനന്ദചന്മയഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമത് തോന്നായിക വേണമിക തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ എന്നുള്ളത് ഞാൻ തോന്നുമ്പോൾ ആ ഞാൻ തന്നെയാണ് എല്ലാവരും എന്നുള്ള അവസ്ഥയിലേക്ക് വരുമ്പോൾ അഖിലം ഞാനാണെന്ന് തോന്നുമ്പോൾ ആരോടും വിരോധമില്ല, സ്നേഹമില്ല, പ്രത്യേകതയില്ല, എല്ലാവരും ഭഗവാന്റെ സന്തതികളാണ് എന്ന് പടിപ്പരയായി ചിന്തിച്ചാലേ മായയെ മറികടക്കാൻ. അതുവരെ നമ്മളൊക്കെ മായാമോഹിതർ തന്നെയാണ്. അപ്പം അത് പെട്ടെന്നൊരു ദിവസം കൊണ്ട് സാധിക്കുകയില്ല. മനഃ ചഞ്ചലം കൃഷ്ണ എന്ന്, മനസ്സ് ചഞ്ചലമാണല്ലോ എന്ന് അർജുനൻ പറയുമ്പോഴും ശരിയാണ്, നീ പറഞ്ഞ പോലെ ശരിയാണ്, അത് വാസ്തവമാണ്. പക്ഷേ എങ്ങനെ മറികടക്കാൻ വെച്ചാൽ അഭ്യാസേന തുക ഉന്ദേയ വൈരാഗ്യേണ ചഗൃഹ്യതേ, നിരന്തരമായ ശ്രമം, 1-2 ദിവസമല്ല. സദാസേവ്യ ശ്രീമൽ ഭാഗവതി കഥ, രാമായണ കഥയായാലും ഭഗവത് കഥകളൊക്കെ തന്നെ, ഭഗവതി രാമായണവും കൂടെ ഭാഗവതം തന്നെ എന്ന് വെച്ചാൽ ഭഗവാനെ സംബന്ധിച്ച കഥകൾ എപ്പോഴും ചിന്തിച്ച് ഊണിലും ഉറക്കത്തിലും നടത്തത്തിലും എല്ലാ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഗോപികമാരെ പോലെ, ഗോപികമാരങ്ങനെയാണ്, കൃഷ്ണനെ വിട്ടൊരു ചിന്തയില്ല അവർക്ക്. പശുക്കളെ മേയ്ക്കുമ്പോഴും അതുപോലെ തന്നെ പശുവിനെ കറക്കുമ്പോഴും അടുക്കളപ്പണി ചെയ്യുമ്പോഴും തൈര് കളയുമ്പോഴും ഗോവിന്ദ ദാമോദര മാധവേദി എന്ന വാക്കിലൂടെ ഭഗവൻ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് മനസ്സ് ഭഗവാനിൽ മാത്രം കൊടുത്തുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് അവരെ മായ ബാധിക്കുന്നില്ല എന്നാണ്. അപ്പോൾ നമ്മളൊക്കെ മായ ബാധിക്കുന്നത് അങ്ങനെ ആക്കാൻ കഴിയാത്തതുകൊണ്ട്. അതുകൊണ്ട് നീ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഈ അജ്ഞാനത്തിൽ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് വിജ്ഞാനത്തിൻ്റെ ഭാവത്തിലായി വരൂ. തന്നുടെ ആത്മാവിനെ താൻ മറക്കുന്നത് അന്വഹം മായാഗുണവിമോഹത്തിനാൽ ബോധസ്വരൂപനായോരോ ഗുരുവിനാൽ ബോധിതനായാൽ നിവൃത്തേന്ദ്രിയനുമായി. അപ്പോൾ നിവൃത്തേന്ദ്രിയനാവണമെങ്കിൽ എന്ത് വേണം? ബോധസ്വരൂപനായിട്ടുള്ള ജ്ഞാനിയായിട്ടുള്ള ഗുരുവിനെ സമീപിക്കുക. വിവേകാനന്ദൻ ഉപനിഷത്തിനെ സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞല്ലോ, ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധത. എഴുന്നേൽക്കുക, ജാഗ്രത, എപ്പോഴും ഉറക്കം തൂങ്ങാതെ ജാഗ്രതയായിരിക്കുക, ശ്രേഷ്ഠരായിട്ടുള്ള ആൾക്കാരെ സമീപിച്ച് അറിയേണ്ടത് അറിയുക. അത് തന്നെയാണ് ഇവിടെ ബോധവാന്മാരായിട്ടുള്ള ആൾക്കാരെ സമീപിച്ച് അത് മനസ്സിലാക്കുമ്പോൾ ജ്ഞാനികളായിട്ടുള്ള ആൾക്കാരെ സമീപിച്ച് ഉപദേശത്തിലൂടെ നിരന്തരമായ പ്രവർത്തനങ്ങൾ കൂടെ ആയാൽ മാത്രമേ ഈ മായാബന്ധത്തിൽ നിന്ന് മോഹിക്കാൻ വേർപെടാൻ കഴിയുള്ളൂ. അതാണ് അർജുന ഇവിടെ കാലനേമി പറയുന്നത്, രാക്ഷസനോട് പറയുന്നതാണ്, തന്നുടെ ആത്മാവിനെ താൻ മറക്കുന്നിതന്വഹം മായാഗുണവിമോഹത്തിനാൽ. ഞാനാരാണെന്ന് പോലും വേറെ ആരെങ്കിലും പറഞ്ഞു തരുന്നുള്ള സ്ഥിതിയാണ്. കാരണം അതുപോലും മറക്കുകയാണ്. എന്താ ഞാനിപ്പോൾ ആരാ ഒന്ന് പറഞ്ഞ് എനിക്ക് ഓർമ്മയില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് വാസ്തവത്തിൽ ആൾക്കാർ പോകുന്നത്. അത് ഒരു പ്രത്യേക അസുഖമൊന്നുമല്ല, മായയുടെ ശക്തി കൊണ്ട് തന്നെ മറന്ന് യാഥാർത്ഥ്യം നിന്ന് വിട്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. അതിനാണ് ഗുരുവിനെ സ്വീകരിച്ച് അവൻ വന്നത്. കാരണം അങ്ങനെ ഈ മായാബന്ധങ്ങളിൽ നിന്ന് മറികടന്ന് പോവാൻ അപ്പം അത്ര എളുപ്പമാണോ പറയുന്ന പോലെ? കാരണം ഇല്ലാത്തതിനെ ഉണ്ടെന്ന് തോന്നിക്കുമ്പോൾ ഉള്ളതിനെയാണ് നമുക്ക് മനസ്സിലാക്കാം. ഈ ഇല്ലാത്തതിനെ ഉണ്ടെന്ന് തോന്നിക്കുന്നതാണ് മായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് മറികടക്കാൻ എന്ത് ചെയ്യും? അതില്ലല്ലോ. പിന്നെ അതിന് മറികടക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ ഉൾക്കൊള്ളാനാണ്? അപ്പം അത് എളുപ്പമല്ല. അത് ബാധിക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ നിയതി മാത്രമാണ്. ജ്ഞാനിനാമവിചേതാംസി ദേവീ ഭഗവതി ഹിസ ബലാദാകൃഷ്യമോഹായ മഹാമായ പ്രയച്ഛതി എന്ന് ദേവിമാൽപത്തിൽ പറയുന്നുണ്ടല്ലോ. അവിടെ ജ്ഞാനികളുടെ ഈ സുരഥനും സമാധിയായിട്ട് രണ്ടാളുള്ള സംഭാഷണം സുതപസ് മഹർഷിയോട് പറയുമ്പോഴാണല്ലോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മായയാണ് ഇങ്ങനെ എല്ലാം സംഭവിക്കുന്നത്. ആരാണ്? മഹാമായേതി കാ ഭവാൻ പ്രവീതി കഥമുൽപ്പന്ന സാ കർമാസ്യ അസഖ്യം ദ്വിജ യൽ പ്രഭാവാച സാ ദേവി യൽ സ്വരൂപ യദുൽഭവ തത്സർവം സ്വതുമിച്ഛാമി ത്വത്തോ ബ്രഹ്മവിധാം വരാന്നൊക്കെ ദൈവമായിട്ട് ആദ്യത്തെ അധ്യായത്തിനെ കാണാൻ കഴിയും. അപ്പോൾ അവിടെ മായ എന്ന് പറഞ്ഞത് എത്ര വലുതാണെന്ന് ചോദിക്കുമ്പോൾ ജ്ഞാനിനാമി ചേതാംസി ദേവി ഭഗവതി, അത്യധികം ജ്ഞാനമുള്ള ആൾക്കാരെ പോലും മനസ്സിൽ ജഗദംബയായ ദേവി പ്രവേശിച്ച് ബലാത് ആകൃഷ്യ ബലമായി പിടിച്ചു വലിച്ച് മഹാമായ പ്രവേശിച്ച് മഹാമായ വിതരണം ചെയ്യുന്നു. അപ്പോൾ മഹാമായയുടെ ആ ശക്തിവിശേഷം കൊണ്ടാണ്
എല്ലാവരും ഈ പ്രപഞ്ചത്തിൽ സുഖദുഃഖാദികളായി മുങ്ങിപ്പോകുന്നതും യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ കഴിയാത്തതും. അപ്പം അങ്ങനെ പ്രപഞ്ചത്തിൽ മായയെന്ന് മറികടക്കാൻ എന്താണ് വഴി വെച്ചാൽ മഹാമായയെ തന്നെ ആശ്രയിക്കുന്നേ നിവൃത്തിയുള്ളൂ. അമ്മയെ തന്നെ ഭജിക്കണം നമ്മൾക്ക്, അമ്മയെ എന്നും ഭജിച്ചിടേണം. കന്മഷമാകയകന്നു പോയിടുവാൻ അമ്മയെ ഭക്ത്യാ ഭജിച്ചിടേണം. നിത്യസുഖം ലഭിച്ചിടുവാൻ എപ്പോഴും സത്യസ്വരൂപിണിയെ ഭജിക്കാം. ആർത്തിയകറ്റുന്ന മൂർത്തിയാമമ്മയെ ഓർത്തു ഭജിപ്പവർക്കാർത്തി തീരും. അപ്പോൾ നമ്മൾ ആപത്തിക്കും കരണീയം ഇതൊക്കെ മായാമോഹത്ത് പെടുന്ന പോലൊരു ആപത്താണ്. ആ ആപത്ത് കാലത്ത് എന്ത് ചെയ്യണം? സ്മരണീയം ചരണയുഗളം അമ്പായാഹ. ആ അമ്മയുടെ തൃപ്പാദങ്ങളെ നമ്മൾ ആശ്രയിക്കുക മാത്രമേ, ഓർക്കുക മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ തൽ സ്മരണം കിം കുരുതേ എന്ന ചോദ്യമുണ്ട്. അങ്ങനെ ആ ദേവിയെ സ്മരിച്ചാൽ എന്താണ് ഉണ്ടാവുക? എന്താണ് ഗുണം? ബ്രഹ്മാദീനബി കിങ്കരി ഗുരുതേ എന്നാണ് അവിടെ മറുപടി. ഉദ്ദണ്ഡ ശാസ്ത്രികളും കാക്കശ്ശേരി ഭട്ടേരിപ്പാട് നമ്മുടെ സംഭാഷണമാണ്. അപ്പോൾ അതിൽ ഭട്ടേരിപ്പാട് പറഞ്ഞത്, കാക്കശ്ശേരി ഭട്ടേരിപ്പാട് പറഞ്ഞത് ബ്രഹ്മാദീനബി കിങ്കരി ഗുരുതേ. ത്രിമൂർത്തികൾ പോലും നമ്മുടെ കിങ്കരം, കിം കരോതി ഇതി കിങ്കരാണ്. എന്ത് ചെയ്യണം തോന്നുന്ന ആൾക്കാരെയാണ് കിങ്കരന്മാരെന്ന് പറയുന്നത്. ആര് രാജാക്കന്മാരെയും മന്ത്രിമാരുടെയും വലിയ ആൾക്കാർ കൂടെ കിങ്കരന്മാരുണ്ടാവും. അവരുടെ പണി എന്ത് ചോദിച്ചാലും വാട്ടേക്കായിട്ടും ഏത് സമയത്തും റെഡിയാണ്. ഞാൻ റെഡി, എസ് ആർ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണ് കിങ്കരന്മാർ. അപ്പോൾ അങ്ങനെ ബ്രഹ്മാദികൾ പോലും കിങ്കരന്മാരായി തീരേണ്ട അവസ്ഥയിലേക്ക് വരാനാണ് ദേവീപാദം ഭജിച്ചാലുണ്ടാവുന്നത്. ദേവീപാദം ഭജിപ്പോർക്ക് വരാ ദുഃഖമൊരിക്കലും, വന്നുവെട്ടാൽ തന്നെയത് ശ്രേയസ്സിനെന്നു കാണണമെന്ന് ദേവീഭാഗത്തിലും പറയുന്നത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയിലാണ്, അല്ലയോ രാക്ഷസ രാജാവേ, നമ്മൾ കാര്യം മനസ്സിലാക്കാതെ രാമനോട് ഏറ്റുമുണ്ട്. മനുഷ്യരല്ല രാമൻ, സാക്ഷാൽ ശ്രീനാരായണൻ. മനുഷ്യരെന്ന് കരുതുവോർ അജ്ഞാനികൾ. അജ്ഞാനം കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് മാത്രമാണ് മനുഷ്യനെന്ന് കരുതുന്നത്. അതുകൊണ്ട് മായാ ഗുണങ്ങളിൽ നിന്ന് വിമുക്തനായിട്ട് അദ്യപ്രവൃത്തി വിമുക്തനാത്മാവതി ജ്ഞാത്വാ നിരസ്താശയാജിതകാമനായി ധ്യാനനിരതനായി വാഴുകെന്നാൽ വരുമാനന്ദമേതും വികല്പമില്ലോർക്ക നീ. അപ്പോൾ നീ ആനന്ദത്തിന് വേണ്ടിയിട്ടാണ്, സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. പക്ഷേ എല്ലാം അപകടത്തിലാണ് ആവുന്നത്. എന്താണ്, എവിടെയാണ് സന്തോഷം, എവിടെയാണ് ആനന്ദം? ബാക്കി സുഖവും ദുഃഖവും അനുഭവകാലം. വളരെ ചെറിയ കണിക പോലെ നമുക്ക് സൗഖ്യം അതെ, ദുഃഖം അതെ. പക്ഷേ പരമാനന്ദം എന്ന് പറഞ്ഞാൽ ശാശ്വതമായ ആനന്ദമാണ്. അപ്പോൾ ആ ശാശ്വതമായ ആനന്ദത്തെ ലഭിക്കുവാനുള്ള വഴികളാണ് ആധ്യാത്മിക തത്വങ്ങൾ എന്ന് പറയുന്നത്, ആധ്യാത്മിക പദ്ധതി എന്ന് പറയുന്നത്. ആധ്യാത്മികത്തിൻ്റെ ഈ നൂതന പദ്ധതികളും അർവാചീനമായിട്ടുള്ള പദ്ധതികളും ഒക്കെ തന്നെയും, പ്രാചീന പദ്ധതികളും ഏത് പദ്ധതികളും ആധ്യാത്മികമാണെന്ന് വെച്ചാൽ വെറുതെ ഒരു കീർത്തനം ചൊല്ലിയാൽ പോലും അത് മനസ്സിന് ഉണർവ് തരികയും ഈ മായയുടെ ബന്ധത്തിൽ നിന്ന് കുറച്ചു നേരത്തേക്ക് മോചിപ്പിച്ച് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മറികടക്കാൻ ആരെ ആശ്രയിക്കണം? എന്തെല്ലാം അങ്ങനെ ആശ്രയിച്ചാൽ ഉണ്ടാകുന്നത്? ആധിയും വ്യാധിയും ദാരിദ്ര്യ ദുഃഖവും ബാധിച്ചിടാതമ്മ കാത്തുകൊള്ളും. ആനന്ദ പീയൂഷമാസ്വദിച്ചിടാനും ദീനത തീർന്നു സുഖിപ്പതിനും അമ്മയെ തന്നെ ഭജിക്കണം നമ്മൾക്ക്, അമ്മയെ എന്നും ഭജിച്ചിടേണം. ആ ജഗദംബികയെ നാം ഭജിക്കുമ്പോൾ മായയിൽ നിന്ന് മറികടക്കാനുള്ള ഒരു വഴി നമുക്ക് കാട്ടിത്തരും. അങ്ങനെ മായയിൽ നിന്ന് മറികടക്കാൻ എന്താണ് എന്ന് ഗീതയിൽ ചോദിച്ച് പറയുന്ന പോലെ തന്നെ ചോദ്യോത്തരമായിട്ട് നടക്കുന്നില്ല. കാരുണ്യം പറയാണ് എന്താണ് ചെയ്യേണ്ടത്? മാനസേ പാവനെ ഭക്തി പരവശേ നിത്യം സഗുണാനാം ദേവനെ ആശ്രയിച്ച അത്യന്തശുദ്ധ്യാ സ്വബുദ്ധ്യാ നിരന്തരം ഹൽപർമ്മകർണികാ മധ്യേ സുവർണപീഠോൽപലേ രത്നഗണാഞ്ജിതേ
നിർമ്മലസൃഷ്ണേ മൃദുതരേ സീതയാ സംസ്ഥിതം ലക്ഷ്മണ സേവിതം ബാണധനുർധരം വീരാസനസ്ഥം വിശാലവിലോചനം ഐരാവതീദുല്ലഭീതാംബരധരം ഹാരകിരീടകയൂരാങ്കുലിയോരു രത്നാഞ്ജിത കുണ്ടലനൂപുരേ. ആ ഭഗവാന്റെ ഭാവത്തെ വർണ്ണിക്കുകയാണ്. ഇവിടെ തന്നെ പറഞ്ഞത് നമുക്കിങ്ങനെ നിരാകാരമായിട്ടുള്ള ഒരവസ്ഥയിൽ ആകാരമില്ലാത്തൊരു ഈശ്വരനെ നമുക്ക് ധ്യാനിക്കുക പറഞ്ഞാൽ സാധാരണ എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് സഗുണാനാം ദേവനെ, അപ്പോൾ സഗുണോപാസനയിലൂടെ നിർഗുണോപാസനയിൽ എത്താൻ കഴിയുള്ളൂ. സഗുണോപാസന പറഞ്ഞാൽ വിഗ്രഹങ്ങളുടെ ആരാധനയാണ്. വിഗ്രഹാരാധന ആധ്യാത്മികയിൽ ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ ആവശ്യമാണ്. നമ്മളെപ്പോലെ അല്ലാതെ ചിന്തിക്കുമ്പോഴേക്കും ഭഗവാനെ ഞാനാണെന്ന് കരുതി ജീവിക്കാൻ കഴിഞ്ഞ ആൾക്ക് വിഗ്രഹാരാധന വേണ്ട, ക്ഷേത്രത്തിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ആ അവസ്ഥ എന്തായാലും നമുക്ക് പരിചയമുള്ള ആരുമില്ല. അതുകൊണ്ട് ആ അവസ്ഥയിൽ എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഹൃൽപത്മകർണികാ മധ്യേ ഹൃദയത്തെ ഒരു താമരയായിട്ട്, കർണികാൻ്റെ മൊട്ട്, താമര മൊട്ടായിട്ട് ഹൃദയത്തെ കണക്കുകയും സുവർണ പീഠോൽപ്പലെ, നല്ല സ്വർണ്ണ പീഠത്തിലാണ് അത് വെച്ചിരിക്കുന്നത്. ആ താമര രത്നഗണാഞ്ചിതേ നിർമ്മലെ ശുഷ്കേണ മൃദുതരെ സീതയാ സംസ്ഥിതം. ആ പീഠത്തിൽ ആ താമര കണക്കാക്കുക. ആ താമരയിൽ എങ്ങനെയുള്ള ആളെയാണ് മനസ്സുകൊണ്ട് ചിന്തിക്കേണ്ടത് വെച്ചാൽ രത്നപീഠത്തിലിരിക്കുന്ന സീതയാ സീതയോട് കൂടിയിട്ടുള്ള ശ്രീരാമൻ, ലക്ഷ്മണൻ, നമ്മുടെ ഫോട്ടോയിലൊക്കെ കാണില്ലേ, ഇതുപോലെ ആഞ്ജനേയർ ഒക്കെ ചേർന്ന ആ ഭഗവത് സ്വരൂപത്തെ ആദ്യം ധ്യാനിക്കാൻ പഠിക്കണം. കണ്ണടച്ചിരുന്ന് എന്തൊക്കെയാണ് മനസ്സിൽ വരികയല്ലേ? അങ്ങനെ കണ്ണടച്ചിരുന്ന് ഒന്നും വരാൻ പാടില്ല. ഈ രൂപത്തെ മെല്ലെ മെല്ലെയായിട്ട് വരണം. നാരായണത്തിൽ ഭാഗവത്തെ അനുസരിച്ച് പറഞ്ഞ എങ്ങനെയാണ്? ധ്യാനം തേ ശീലയേയം സമതനു സുഖബദ്ധാസനോ നാസികാഗ്രന്യസ്താക്ഷപൂരഗാദ്യേർ ജിതപവനപദശ്ചിത്തപത്മം ത്വവാഞ്ചം ഊർധ്വാഗ്രം ഭാവയിത്വാരവിവിധുസിഖിന സംവിചിന്യോപരിഷ്ഠാൽ തത്രസ്ഥം ഭാവയേ ത്വാം സജലജലധരശ്യാമളം കോമളാംഗം. ഭഗവാന്റെ ധ്യാനത്തെ പറഞ്ഞ് എങ്ങനെയാണ് ശീലിച്ചത്? ധ്യാനം തേ ശീലേ സമതനു സുഖസാധന, ഏറ്റവും സുഖബദ്ധാസനം, ഇരിക്കുമ്പോൾ സൗഖ്യം തോന്നുന്ന രീതിയിൽ വേണം ഇരിക്കാൻ. പത്മാസനമാണ് ഏറ്റവും ശ്രേഷ്ഠം. രണ്ട് കാലും മടക്കി വെച്ച് നട്ടെല്ലാം ഉയർത്തി പിടിച്ചുകൊണ്ട് ഉയർന്ന് നാസികാഗ്രന്യസ്ഥാനം, ഈ മൂക്കിൻ്റെ അറ്റത്ത് രണ്ട് കണ്ണും വളരെ പകുതി അടഞ്ഞ രീതിയിൽ വന്ന് ധ്യാനം സമാരംഭിക്കുന്നതാണ്. അതിരിക്കാൻ ഏത് തരത്തിലാണ് സമാധാനം സന്തോഷമായിട്ട് ബുദ്ധിമുട്ടില്ലാതിരിക്കുന്നത് മാത്രമേ ധ്യാനം ശീലിച്ചിരിക്കാറുള്ളൂ. ചമ്മറം പറഞ്ഞിരിക്കാൻ പറ്റാത്ത ആൾ ചമ്മറം പറഞ്ഞ് തന്നെ ഒരിക്കലും പ്രഭാഷണം ചെയ്യുന്ന പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ഞാനൊക്കെ കുറച്ച് വർഷം വരെ മുമ്പ് വരെ ഇരുന്ന് തന്നെയാണല്ലോ. ഇപ്പോൾ അടുത്ത കാലത്താണ്, അല്ലെങ്കിൽ പറ്റില്ല. 1 മണിക്കൂറാകുമ്പോഴേക്കും പ്രഭാഷണം പിന്നെ നീങ്ങില്ല. കാലുവേദന മാത്രമേ അപ്പം ഇങ്ങനെ വർദ്ധിച്ച് വരുള്ളൂ, വാക്കുകൾ വരില്ല. വേദനിച്ചുകൊണ്ട് എങ്ങനെ പറയാം? അപ്പോൾ ഒരു കുഴപ്പമില്ല എന്നർത്ഥം. എന്ന് വെച്ചാൽ അതിന് എന്ത് പറ്റും എന്ത് പറ്റില്ലല്ലോ. മനുഷ്യന് എല്ലാവരും അങ്ങനെ തന്നെയാണ്. മുമ്പൊക്കെ നന്നായിട്ട് നമസ്കരിക്കുന്നവർ ഇപ്പോൾ ചിലപ്പോൾ അമ്മമാർ ഒന്ന് തൊട്ടുകലൊക്കെ വെക്കേണ്ടാവുള്ളൂ, നമസ്കരിക്കില്ല. ആണുങ്ങൾ ദണ്ഡ നമസ്കാരം ചെയ്യുന്നവർ നിർത്തിയെന്ന് വരും. അതൊക്കെ ആവശ്യങ്ങളും ആളുടെ ശാരീരികമായ അവസ്ഥകളും മനസ്സിൻ്റെ അവസ്ഥയാണ് പ്രാധാന്യം നിർത്തും. സുഖബദ്ധാസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് എങ്ങനെ ഇരുന്നാലാണോ ഒരു സൗഖ്യം ലഭിക്കുന്നത് അതിലിരുന്നേ പറഞ്ഞുള്ളൂ. അല്ലാതെ പത്മാസനം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നോ ഇന്നേപോലെ തന്നെ ചെയ്താലേ ഇത് ശരിയാവുള്ളൂ എന്ന് പുരാണങ്ങൾ പോലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സുഖബദ്ധാസനോ നാസികാഗ്രന്യസ്താക്ഷ പൂരകാതി, പൂരകം രേചകം കുംഭം എന്നൊക്കെ പറഞ്ഞ ഈ പ്രാണായാമത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. ഉള്ളിലേക്ക് ശ്വാസം വലിച്ച് ഒരു മൂക്കിൽ പിടിച്ച് നിർത്തുക, കുറച്ചായി നിർത്തുക, അവിടെ കുംഭനം ആക്കി പിന്നെ വീണ്ടും പുറത്തേക്ക് വിടുക. ഇങ്ങനെ ആവർത്തിച്ച് ചെയ്യുമ്പോൾ മെല്ലെ ധ്യാനത്തിലേക്ക് നമ്മൾ മനസ്സ് വന്നു കഴിയും. അങ്ങനെ ധ്യാനത്തിലേക്ക് വന്നു വെച്ചാൽ സംവിചിന്തി, ഈ മൊട്ട്, താമരമൊട്ട് പോലുള്ള ഹൃദയത്തെ അഷ്ടതളം 8 ദളങ്ങളായിട്ട് വിരിഞ്ഞ്, ആ താമര കൈകൊണ്ട് വിരിക്കുന്ന പോലെ വിരിയിച്ച് നിർത്തുന്നതായിട്ട് നമ്മൾ ചിന്തിക്കുകയും അതിൻ്റെ മേലെ നമ്മൾ സൂര്യമണ്ഡലം, ചന്ദ്രമണ്ഡലം, അഗ്നിമണ്ഡലം എന്നുള്ള മണ്ഡലങ്ങളെ ഓരോരോ മണ്ഡലങ്ങളെ തിരിച്ചുകൊണ്ട് അതിനെ മണ്ഡലം ചിന്തിക്കുക. ആദ്യം സൂര്യമണ്ഡലം ചിന്തിക്കുന്നു. സൂര്യൻ്റെ പ്രഭയും ആ സൗകര്യം സ്വന്തം മനസ്സിൽ തന്നെ ഈ താമരയുടെ അറ്റത്ത്
വരുന്നു, ചിന്തിക്കുന്നു, ചന്ദ്രമണ്ഡലം ചിന്തിക്കുന്നു. ചന്ദ്രമണ്ഡലം പൂർണ്ണമായിട്ട് കണ്ടു എന്ന് മനസ്സുറപ്പിച്ചതിന് ശേഷമാണ് അഗ്നിമണ്ഡലം, അവസാനം അഗ്നിമണ്ഡലമാണ് ചിന്തിക്കുന്നത്. ആ അഗ്നിമണ്ഡലം ചിന്തിച്ചതിന് ശേഷം ആ ഭഗവത് സ്വരൂപത്തെ സുന്ദരേ മന്ദഹാസേ ആനീലസൃഷ്ണകേശം ജ്വലിതമകലസൽകുണ്ടലം മന്ദഹാസസ്യന്താർദ്രം കൗസ്തുഭശ്രീ വരിഗതവരമാലോരുഹാരാഭിരാമം ശ്രീവത്സാംഗം സുബാഹും മധുലസതുതരം കാഞ്ചനഛായശേലം ചാരുസ്നിഗ്ധോരുമമ്പോരുഹലളിതപദം ഭാവയേഹം ഭവന്തം. അനിലസൃഷ്ണകേശം അല്ല, ഇപ്പോൾ ഇവിടെ കൃഷ്ണനെ കുറിച്ചാണ് അതിൽ പറയുന്നത്. ഭാഗവതായതുകൊണ്ട് ശ്രീകൃഷ്ണൻ്റെ ആ പീലി തിരുമുടിയും ഗോപിക്കുറിയും നല്ല നാസികയും ചന്താമര പോലുള്ള കണ്ണുകളും മുഖവും ഒക്കെ ചിന്തിച്ച് കാലും കൈയും ഒക്കെ ചിന്തിച്ച് പൂർണ്ണരൂപം കേശാദിവാദിച്ച് അവസാനം സുന്ദരേ മന്ദഹാസേ എന്നാണ് അവസാനം പറയുന്നത്. സുന്ദരമായ പാൽപുഞ്ചിരി തോകുന്ന ആ മുഖം കണ്ണടച്ചിരുന്നാൽ ധ്യാനിക്കുമ്പോഴേയും പ്രത്യക്ഷമാവണം. അപ്പോഴേ ഒരാൾ ധ്യാനിച്ചു എന്ന് പറയാൻ പറ്റില്ല. കണ്ണടച്ചിരുമ്പോഴേക്കും ലോകകാര്യങ്ങൾ മുഴുവൻ വന്നു പോകുമ്പോൾ കണ്ണടച്ചിരുന്നുകൊണ്ട് ധ്യാനമാകുന്നില്ല. എത്ര ശ്രമിച്ചാലും ഇനിയിപ്പോൾ ഏതെങ്കിലും കാര്യങ്ങൾ ചിന്തിക്കേണ്ടതെന്നാണ് പറഞ്ഞു വെച്ചാൽ പിന്നെ കണ്ണടച്ചാൽ അത് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. ഇനും അങ്ങനെ ഒരു നിർബന്ധമുണ്ട്. അപ്പോൾ അതൊന്നൊക്കെ മറികടന്നിട്ട് വേണം ചിന്തയിലൂടെ ഈ ധ്യാനം നമ്മൾ ശീലിക്കാൻ. അങ്ങനെ ആ ഭഗവാനെ ഏത് കാര്യത്തിലും ശ്രദ്ധയോടുകൂടി മനസ്സിൽ വെച്ച് ശ്രീവത്സവർഷം രാമം രമാവരം ശ്രീവാസുദേവം മുകുന്ദം ജനാർദ്ദനം സർവഹൃദിസ്ഥിതം സർവേശ്വരം പരം സർവവന്ദ്യം ശരണാഗതവത്സലം ഭക്ത്യാപരബ്രഹ്മയുക്തനായി ധ്യാനിക്കൽ മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ആ ഭഗവത് സ്വരൂപത്തെയും സീതാ സമേതനായിട്ടുള്ള ലക്ഷ്മണ സമേതനായിട്ടുള്ള ഹനുമൽ സ്വാമി സമേതനായിട്ടുള്ള ആ സിംഹാസനസ്ഥ ആരൂഢനായിട്ടുള്ള സർവാഭരണ വിഭൂഷിതനായിട്ടുള്ള ആ ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ നിത്യം നീ ധ്യാനിക്കുകയാണ് വേണ്ടത്. അവരുടെ എല്ലാ വിഷമങ്ങളും തീർന്നും എങ്ങനെ വേണം? ഭക്തിയാ, വെറുതെ അല്ല, ഭക്തിയോടെ ഏത് ധ്യാനവും ഏത് ചിന്തകളും ഏത് ആചാരങ്ങളും അത് ഭക്തിയുക്തമാകുമ്പോൾ, ഭക്തി എന്ന വാക്ക് തന്നെ ഭഗവത് വിഷയ രതിയാണ് ഭക്തി എന്ന് പറഞ്ഞത്. രതി പറഞ്ഞാൽ ഇഷ്ടമാണ്, സന്തോഷമാണ്, സ്നേഹമാണ്, പ്രേമമാണ്. ഇത് ഈശ്വര വിഷയത്തിൽ ഭഗവത് വിഷയാവുന്ന രതിയാണ് ഭക്തി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോ ഇഷ്ടം, നമുക്ക് ഏറ്റവും ഇഷ്ടം ഏതാ? ഇന്നതാണ്. ഇഷ്ടമുള്ള ആരാളാ? ഇന്ന ആള്. അത് ഏറ്റവും ഇഷ്ടം ഭഗവാനെ ആവുമ്പോൾ അല്ലെങ്കിൽ അമ്മയാവുമ്പോൾ അതിനെ ഭക്തി എന്ന് പറയും. അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്തോ, ഇനി ഇത് ലഭിച്ച ശേഷം ഇനി ഇതിനപ്പുറം ഒന്നും ലഭിക്കാനില്ല എന്നൊരവസ്ഥ എപ്പോൾ പ്രാപിക്കുന്നുവോ ആ അവസ്ഥയാണ് ഒരു ഭക്തൻ്റെ അവസ്ഥ എന്നാണ് നാരദ മഹർഷി ഭക്തിസൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ അവസ്ഥയിലേക്കായി എല്ലാറ്റിൻ്റെയും ശ്രമം എന്തിനാ? ആ ഭഗവത് ത്വൽ പ്രസാദായ ഭൂയാൻ, ഭഗവത് പ്രസാദത്തിന് വേണ്ടി മാത്രം, സന്തോഷത്തിന് വേണ്ടി. രാമായണം വായിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടോ, മറ്റു പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടോ, ക്ഷേത്രകാലം ചെയ്യുന്നുണ്ടോ, നമസ്കരിക്കുന്നുണ്ടോ, പുഷ്പാഞ്ജലി രസീതാക്കുന്നുണ്ടോ, മുട്ടറക്കുന്നുണ്ടോ, എന്തോ ആവട്ടെ, എല്ലാം ഭക്തിപൂർവ്വമാണ്. ചടങ്ങുകളായതുകൊണ്ട് കാര്യമില്ല. ചടങ്ങുകളായിട്ടുള്ള കർമ്മഠത്വം എന്നാണ് പറയുക. നമ്മൾ ഭാഗവതിലെ വിപ്രപത്നിയുടെ കഥകളൊക്കെ പറയുന്നുണ്ട്. കർമ്മഠത്വം കൊണ്ട് എന്ന കഥകൾ അവിടെ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ കർമ്മഠം കർമ്മേ തിഷ്ഠതി എന്ന് വെച്ചാൽ പ്രവൃത്തി ചെയ്യുക. 7 വേഷം വയ്ക്കാൻ തീരുമാനിച്ച 7 വേഷം വയ്ക്കാൻ കഴിയ പല ചിന്തകളും പല ആൾക്കാരോട് സംസാരിച്ച് വയ്ക്കലും അങ്ങനെ പലതും ഉണ്ടാവും. 7 ഇല്ല 6 തന്നെ ഒന്നും കൂടെ ആവാനുണ്ട് 7. അങ്ങനെ അതിൻ്റെ പേര് കർമ്മഠത്വമാണ്. ഭക്തി അതിൽ വരുന്നില്ല. അപ്പോൾ കൃത്യമായും ചെയ്യുന്ന പ്രവൃത്തി ഭഗവത് സന്തോഷത്തിനായിട്ട് വേണം. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതാണെന്ന് വെച്ചാലും അതും ഭഗവാന്റെ സന്തോഷം. കാരണം ഭഗവാൻ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ. നിവേദ്യം കൊടുക്കേണ്ടത് സ്വയവും കൂടെയാണ്, കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലാണ് ഇതൊക്കെ രാവണ പോത്തിൻ്റെ ചെവിയിലെ വേദോദയ പറഞ്ഞ പോലെ ഇത്തരം കാര്യങ്ങൾ ഈ രാവണനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അറിയാത്ത ആളല്ല കാലനേവിയും ഇത് രചിച്ച കവികളും. പക്ഷേ ഇത്തരം കഥകൾ പറയുന്ന ഇടയിൽ കൂടി ഇവിടെ ആത്മതത്വം വളരെ വിശദമായിട്ടാണ് കാലനേമിയുടെ കഥയിൽ പറഞ്ഞു തന്നിരിക്കുക. അതുകൊണ്ട് ആ ഭാഗം വീണ്ടും പറഞ്ഞാണ്. ഇങ്ങനെ രാമമേവം ഭജിച്ചിടു നീ സന്തതം, രാക്ഷസേന്ദ്രൻ കാലനേമി പറഞ്ഞൊരു വാക്കുകൾ പീയൂഷതുല്യങ്ങൾ കേൾക്കയാൽ. പീയൂഷ അമൃതൊഴുകുന്ന വാക്കുകളാണ് പറഞ്ഞത്. പക്ഷേ അത് അമൃതായാലും ക്രോധ താമ്രാക്ഷനായി വാളുമായി തൽകളം ഛേദിപ്പതിനൊരുമ്പിട്ടു ചൊല്ലിയിടിനാൽ, അമൃതാണെങ്കിലും
അത് ആസ്വദിക്കാനുള്ള യോഗമുള്ളവർക്ക് അത് ആസ്വദിക്കാൻ കഴിയുള്ളൂ. ഇവിടെ കരാളദംശമുള്ള ആ വലിയൊരു വാളെടുത്തുകൊണ്ടാണ് നിന്നെ ഇപ്പം ഞാൻ കാലവരിക്കയക്കും, നിനക്ക് ഞാൻ പറഞ്ഞു കേൾക്കാൻ പറ്റില്ല അല്ലേ എന്ന് രാഷ്ട്രപതിയായിട്ടുള്ള ആൾക്ക് ഇതൊന്നും വേശുകയില്ല. അപ്പോൾ അത് കേട്ടപ്പോൾ എന്നാൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം, അങ്ങയുടെ നിശ്ചയം നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ കാലനേമി എന്നുള്ള ആ രാക്ഷസൻ തയ്യാറായി പുറപ്പെട്ടു പോവുകയും ചെയ്തു. കാരണം വെച്ചാൽ കാലനേമി കാലങ്ങളായിട്ട് തന്നെ മരണം മോക്ഷം ലഭിക്കാതെ ഇരുന്നൊരു അസുരനാണ്. ഇപ്പോൾ വന്നു, ഇതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്, ഇതിന് ശേഷവും വരുന്നുണ്ട്. ഇനി ശ്രീകൃഷ്ണൻ്റെ കൈകൊണ്ട് ഈ കാലനേമി വധിക്കപ്പെടുന്നുള്ളൂ. അതുപോലെ പല ആവർത്തനം ചെയ്യാണ്. കൃഷ്ണൻ്റെ കൈകൊണ്ട് എപ്പോഴാണ് ലക്ഷ്മീനാഥപുര സുരാസുരമൃതേ ഏ കാലനേമ്യാദയ ത്വൽപൃഷ്ടാവിശിഷ്ടകർമ്മഫലതോ ഏതേന യാഥാംഗതിം തേഷാം ഭൂതലജന്മനാം ദിതിഭുവാം ഭാരേണ ദൂരാർദിത ഭൂമി പ്രാപവിരിഞ്ചമാശ്രിതപദം ദേവൈ പുരൈവാഗതൈ. ഒരു കഥയിൽ പറയുന്നത് സാന്ദ്രാനന്ദ തനോ നനുഹരെ എന്നുള്ള നാരായണത്തിൽ പറയുന്നുണ്ട്. ഏ കാലനേമ്യാദയസ്ത്വൽപൃഷ്ടാഭി, കാലനേമി മുതലായിട്ടുള്ള കുറേ പേരുണ്ട്. അവർ ശിഷ്ടകർമ്മഫലത, കർമ്മശേഷം ഇനിയും കുറച്ചു കാലം ജീവിക്കാൻ അവർക്ക് അവസരമുണ്ട്. അതുകൊണ്ട് അവർ അടുത്ത യുഗങ്ങളിൽ പോലും വീണ്ടും ആ അസുരകുലങ്ങളിൽ ആ അസുരധർമ്മം സ്വീകരിച്ചുകൊണ്ട് രാക്ഷസമായി ജനിച്ചവരിലൊരാളാണ് ഞാൻ. ഭൂമിയുടെ ഭാരം തീർക്കാൻ വേണ്ടി ദ്വാപര യുഗത്തിലുള്ള കഥ വരുമ്പോൾ ലക്ഷ്മി ദേവിയും മറ്റ് ദേവന്മാരും എല്ലാം കൂടി പാലാഴിക്കരയിലെത്തി ഭഗവാനെ പ്രാർത്ഥിച്ചപ്പോൾ അപ്പോൾ പറയുന്നതാണത്. ഈ കാലനേമിയാദേഹ, കാലനേമി മുതലായിട്ടുള്ള ആൾക്കാർ ശിഷ്ടകർമ്മം കൊണ്ട് ഇവിടെ കംസൻ മുതലായ, കാലനേമിയാണ് കംസനാവുന്നത്, കംസൻ മുതലായിട്ടുള്ള ആൾക്കാരായിട്ട് ഈ ഭൂമിക്ക് ഭാരം ഉണ്ടാക്കും. ഭൂമിയുടെ ഭാരം എന്ന് വെച്ചാൽ തന്നെ ദുഷ്ടരാജാക്കന്മാരെ കൊണ്ട്, ദുഷ്ട നിർബാലക രചിതാധിമിമാം, ദുഷ്ട നിർബാലകന്മാരാൽ രാജാക്കന്മാരാൽ ഉണ്ടാക്കി തീർത്ത ഈ ഭൂമിയുടെ ഭാരമാണ്. അപ്പോൾ ഈ കാലനേമി മുതലായവരൊക്കെ തന്നെയാണ് ലോകത്തിന് ഭാരം. ആ കാലനേമി ഇപ്പോഴും മുക്തിയിലേക്ക് പ്രാപിച്ചിട്ടില്ല. ഇനി കൃഷ്ണൻ്റെ കൈകൊണ്ട് കംസവധത്തിൽ കംസനായി തീർന്ന് കംസവധത്തോടെ കാലനേമിയുടെ കഥ കഴിയുന്നുള്ളൂ. കംസന ആവുന്നത് കാലനേമി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ കാലനേമിയാണ് ഇപ്പോൾ. എന്നാലും ഇവരൊക്കെ തന്നെ ആത്മജ്ഞാനമുള്ളവരാണെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയേറെ പറഞ്ഞത്. യഥാ രാജ്യ തഥാ പ്രജ എന്ന് പറയുമ്പോൾ രാജാവ് ഇങ്ങനെ രാക്ഷസനും ദൈവിക വഴികളെ തടയുന്നവനും ഒക്കെ ആയപ്പോൾ ആ രാജാവ് പറഞ്ഞ് കേൾക്കാൻ മാത്രമേ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് ആ പ്രജകളും അതുപോലെ ആയിത്തീർന്നു എന്ന് പറഞ്ഞ പോലെ അവർക്ക് വേണ്ടി മാത്രം ഇയാൾ ഉടനെ പുറപ്പെട്ടു. ഈ ഹനുമാൻ സ്വാമി എത്തുന്ന വഴിയിൽ വന്ന് നിൽക്കുകയും ചെയ്തു. അവിടെ നിന്ന് ഈ വൃഷഭാദ്രി കണ്ടിരിക്കുന്നു ഹനുമാൻ. അദ്ദേഹം കുറേ ദൂരം വന്നുകൊണ്ട് ഇങ്ങനെ ഭാഗം നോക്കുമ്പോൾ അദ്ദേഹത്തിന് എവിടെ ജലം കിട്ടാനുള്ള വഴിയുണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഒരു മുനി അവിടെ പ്രത്യക്ഷമായി താപസവേഷത്തിൽ. കാരണം എന്തുകൊണ്ടാണ് താപസവേഷം എടുത്തത്? രാവണൻ വിളിച്ച് പറഞ്ഞതായിരുന്നു, അതെ ഇങ്ങനെ ആളെ വധിക്കണം, എന്താ വഴി? അതിന് വഴി ഞാൻ പറഞ്ഞുതരാം. രാവണൻ പറഞ്ഞു. അങ്ങൊരു താപസ വേഷം എടുത്തു, സന്യാസര വേഷം എടുത്തിട്ട് രാവണന് ചെയ്തത് അതാണല്ലോ, സന്യാസര വേഷം കെട്ടിയിട്ടാണല്ലോ ആ സീതയെ കെട്ടുവാണ്. അപ്പം നല്ലൊരു പണിയാണതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ആൾക്കാരെ വെറുതെ ഒരു വേഷം കെട്ടിയാൽ ആൾക്കാർ നല്ല ആളെ വിചാരിക്കുകയും ചെയ്യും, തോന്നിയവാസം ചെയ്യുകയും ചെയ്യുക എന്ന വേഷക്കെട്ടുകൾ അന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആരെങ്കിലുമൊക്കെ ഇക്കാൽ ചെയ്ത് ആ കുറ്റം പറയാനുണ്ടോ? ആ കാലത്ത് ത്രേതായുഗത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. സന്യാസ വേഷം കെട്ടിയാൽ ആരെയും പറ്റിക്കാൻ പറ്റും എന്ന് വെച്ചാൽ യഥാർത്ഥ സന്യാസികൾ സമ്യക് നശ്യതീതി സന്യാസി എന്നാണ്. എന്നും അവർക്ക് ആഗ്രഹമില്ല, എല്ലാം ത്യജിക്കുന്നവരാണ്. ലോകത്തെ നന്മ മാത്രം അങ്ങനെയുള്ളവരില്ല എന്നല്ല കേട്ടോ, അങ്ങനെയുണ്ട്. പക്ഷേ എളുപ്പമാണല്ലോ വേഷം കെട്ടാൻ. അങ്ങനെ വേഷം കെട്ടിയ ആൾക്കാർ നമ്മൾ ഒരുപാട് പേരെ ഇന്നും കാണുന്നുണ്ട്. അന്ന് പോലും ഉണ്ടായി. രാവണൻ പോലും ചെയ്തത് അതാണ്. തൻ്റെ അനുയായിയെ വിളിച്ച് ഈ കാലനിമയോട് പറഞ്ഞതും ഒരു താപസ വേഷം സന്യാസി വേഷം കെട്ടിക്കൊണ്ട് പോയി അവരെ മോഹിപ്പിക്കുക. അതന്നെ ഉണ്ടായത്. സന്യാസ വേഷം കണ്ടപ്പോൾ അവരോടുള്ള ബഹുമാനം അത്യധികം ഉണ്ടായി. ആർക്ക്? ഹനുമാൻ. അല്ലെങ്കിൽ മനുഷ്യ അവിടെ ശിഷ്യജനപരിചാരക സംയുതം ഋഷ്യാശ്രമം കണ്ട് വായുതനയനും ചിന്തിച്ചു നേടിനാൻ ഇവിടെ ഒരാശ്രമം എന്തോലം കണ്ടിട്ടുമില്ല ഞാൻ. പണ്ട് ഇങ്ങനെ വഴിയിലൊന്നും നേരത്തെ നിൽക്കുമ്പോൾ ഋഷഭാദ്രി കണ്ടാലും
ഇപ്പോൾ പുതിയ പൊട്ടിമുളച്ച ഒരു ആശ്രമമാണല്ലോ. എന്തായാലും ഇപ്പം കാണുന്ന ആശ്രമമാണത്, നേരത്തെ ഉള്ളതൊന്നുമല്ല. എന്തായാലും ഒരു ആശ്രമമല്ലേ. എനിക്കെന്താ മാർഗവിവൃഷം, എനിക്ക് ബോധക്കുറവുണ്ടോ? ഞാൻ നേരത്തെ കണ്ടത് എനിക്ക് അറിയുന്നില്ലേ. ഇതെന്താണ് സംഭവം? എൻ്റെ മനസ്സിൻ്റെ വിഭ്രമാണോ? നാനാപ്രകാരവും താപസനെ കണ്ട് പാനീയപാനവും ചെയ്തു ദാഹം തീർത്തു കാണാം. മഹൌഷധം നിൽക്കും അത്യുന്നതം. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിനെ കാണാം. അദ്ദേഹത്തിൻ്റെ അവിടെ ജല ആശയങ്ങളുണ്ടാവും. അപ്പോൾ വെള്ളമെല്ലാം കുടിച്ചു കഴിഞ്ഞ് എന്തായാലും ദൂരെ കാണുന്നുണ്ട് പർവ്വതം. അതിൻ്റെ അടുത്തേക്ക് ദാഹം തീർത്ത് ഒന്ന് പോവാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ സന്യാസിയുടെ അടുത്തേക്ക് എത്തിയത്. അപ്പോൾ സന്യാസി പറഞ്ഞു, ഓ അങ്ങ് വരൂ, എന്താണ് ആവശ്യം? ഒരു വിഷമവുമില്ല, ഇവിടെ എല്ലാ സൗകര്യം ചെയ്തു തരാം. ആ കാണുന്ന ഋഷഭാദ്രി, അങ്ങേക്ക് ദിവ്യൌഷധങ്ങൾ എടുക്കാം എന്നൊക്കെ വിശ്വാസപൂർവ്വം സന്യാസ വേഷധാരിയായിട്ടുള്ള കാലനേമി പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, കമണ്ടലും എടുത്തായിരുന്നു വെള്ളം കൊടുക്കാൻ പുറപ്പെട്ടു. ഈ കമണ്ടയിൽ കുറച്ച് വെള്ളം പോരാ, എനിക്ക് ധാരാളം ദാഹമുണ്ട്. അതിന് പർവ്വത ശരീരമുള്ള ആളാണ്. അപ്പോൾ അത്രയ്ക്കും വെള്ളം കിട്ടിയാലേ ആവുള്ളൂ. മായ കൊണ്ട് ഒരു പെട്ടെന്ന് തന്നെ ഒരു പൊയ്ക കാണാൻ സാധിച്ചു. ആ പൊയ്കയുടെ അടുത്ത് ഒരു ശിഷ്യനെയും ഇദ്ദേഹത്തിൻ്റെ മായാബലം കൊണ്ട് തന്നെ കാലതേമി ഒരു വടിരൂപിയായിട്ടുള്ള ആളെ ഉണ്ടാക്കിയ ആളോട് വഴി കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു ഹനുമാനോട്. അപ്പോൾ ഹനുമാൻ അത് കേട്ട് പറയുന്നത് താമസമാണല്ലോ, ഒട്ടും അവിശ്വസിക്കേണ്ടല്ലോ, ശ്രേഷ്ഠരായിട്ടുള്ള ആൾക്കാർ മഹാജനോ ഏനഗതസ പന്ത എന്നാണ് ആപ്തവാക്യം. മഹാജനങ്ങൾ പറയുന്നത് ആപ്തവാക്യമാണ് സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ ഇത് കപടവേഷധാരിയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. മഹാജനം അല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് നേരെ അങ്ങോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ അവിടെ പോയി നേരെ വെള്ളം എടുത്ത് കുടിക്കാൻ വേണ്ടി വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഒരു ഭീകരരൂപിണിയായിട്ടുള്ളൊരു മുതല അവിടെ ചാടി വന്നത്. അത് അത്ഭുതപ്പെട്ടു പോയി. പിൻവാങ്ങി ചാടി മുതലയെ രക്ഷപ്പെട്ട് വീണ്ടും 2 കൈകൊണ്ട് പിടിച്ച് അതിൻ്റെ 2 തലയും വായി പിളർന്ന് ആ മുതലയെ വധിച്ചു. മുതല വധിച്ചപ്പോൾ അത് ദിവ്യരൂപമായിട്ട് ആകാശത്ത് നിന്നു. അതിൻ്റെ പേരാണ് ധന്യമാലീമേ നാമം മഹാമതേ, മാന്യനാഹം നീ ഇനിയൊന്നു ധരിക്കണം. അതുകൊണ്ട് എൻ്റെ പേര് ധന്യമാലിയായി, ഞാൻ മനുശാപം കൊണ്ട് മുതലായിട്ട് കിടക്കണം. അങ്ങയുടെ ആ സ്പർശമേറ്റുകൊണ്ട് ഞാൻ മുക്തി നേടിക്കഴിഞ്ഞു. അപ്പോൾ വീണ്ടും ഞാൻ ധന്യമാലിയായി ഭഗവത്പദത്തിലേക്ക് പോവുകയാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇവിടെ കാണുന്ന പുണ്യാശ്രമം എന്ന് തോന്നിയല്ലോ, അല്ല. അത്ര പുണ്യാശ്രമേ നീ കണ്ട താപസൻ നക്തഞ്ചരൻ കാലനേമി മഹാഖലൻ. അവ നക്തഞ്ചരനാണ്, രാക്ഷസനാണ്. കാലനേമിയാണ് അവൻ്റെ പേര്. മഹാഖലനാണ്, വലിയ ദുഷ്ടനാണ്. രാവണപ്രേരിതനായിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങയുടെ മാർഗത്തിൽ വിഘ്നം വരുത്തുവാൻ രാവണൻ പറഞ്ഞനുസരിച്ച് വന്നാണ്. അതുകൊണ്ട് എത്രയും വേഗം അവനെ വധിക്കുക. അദ്ദേഹം താപസനാവശ്യ മാറിയേക്കേണ്ട താപസനല്ല. അതുകൊണ്ട് അത് പറഞ്ഞു കൊടുത്തു. അവൾ മറിഞ്ഞുപോയി. ധൈര്യമായി ഇതാ കാണുന്ന ഔഷധങ്ങൾ അങ്ങ് തിരിച്ചു കൊണ്ട് കൊടുക്കുകയും ചെയ്യുക എന്നെല്ലാം പറഞ്ഞ് വളരെ സന്തോഷമായി എല്ലാം കാര്യം മനസ്സിലാക്കി നേരെ വന്ന് ഒരടി കൊണ്ട് തന്നെ ആ താപസ വേഷധാരിയായിട്ടുള്ള കാലനേമിയെ കാലപുരിയിലേക്ക് അയക്കുകയും ചെയ്തു. ആ സമയത്ത് ആ ധന്യമാലിന്തൊരു മൂലമന്ത്ര ഉപദേശവും വരെ ലഭിച്ചുകൊണ്ട് സന്തുഷ്ടനായിട്ട് തന്നെയാണ് ആ ഔഷധത്തിന് വേണ്ടി പോയത്. അപ്പോൾ ഔഷധത്തിൻ്റെ സ്ഥലത്ത് എവിടെയാണ് ഈ പറഞ്ഞ 4 പേരുകളൊക്കെ പറഞ്ഞു. സൂര്യപ്രഭയുണ്ട്. ഇതിൽ മൃതസഞ്ജീവിനി ഏതാണ്, എവിടെയാണ് കൃത്യമായിട്ട് നിൽക്കുന്നത് നോക്കി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ആ ഹനുമാൻ. അപ്പോൾ എന്ത് ചെയ്തു, ആ ഔഷധങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ള ഉറപ്പാണ്. ഏതൊക്കെ അറിഞ്ഞില്ലെങ്കിൽ ആ പർവ്വതം തന്നെ എടുത്ത് പൊക്കിയും കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കാര്യം സൗകര്യമായല്ലോ എന്ന് വിചാരിച്ച് തിരയാൻ നിന്നില്ല, സമയമില്ല. അപ്പോൾ അങ്ങനെ അടിയോടെ ഒരു പർവ്വതം കയ്യിലെത്തി മാരുതി വായുവേഗേന ആദ്യം തന്നെ ഈ വാനരന്മാരും അതുപോലെ തന്നെ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും ഒക്കെ നിൽക്കുന്ന ആ സ്ഥലത്ത് വരുമ്പോൾ കുറേ ദൂരത്ത് ഈ പർവ്വതത്തിൽ കാറ്റ് തട്ടിയിട്ട് പല വാനരന്മാരും എഴുന്നേറ്റ് തുടങ്ങി. കാരണം അത്ര ഔഷധ ഫലമാണ് അതിലുള്ളത്. അങ്ങനെ അടുത്തു കൊണ്ടുവന്ന് അവരെ മുഴുവൻ തന്നെയും രക്ഷിച്ചു. ദോഷമകന്നെഴുന്നേറ്റതെല്ലാവരും മുന്നേ ഇരുന്ന വണ്ണം തന്നെയാക്കണമെന്നു തന്നെ ശൈലമില്ലൊരു സംശയം. ഈ ശൈലം കൊണ്ട് പർവ്വതം കൊണ്ട് ഇവിടെ വന്നിട്ടുള്ള എല്ലാവരെയും പഴയ പോലെ ആക്കാൻ കഴിഞ്ഞു. അങ്ങനെ അവരെല്ലാവരും സന്തോഷം കൊണ്ട് നിൽക്കുമ്പോൾ രക്ഷോഗണം ഇതെല്ലാം രാക്ഷസന്മാർ നക്തഞ്ചരന്മാർ അവരെല്ലാം ഇത് മനസ്സിലാക്കിക്കൊണ്ടു. അപ്പോൾ രാഘവന്മാരും കവിവീരരും ശോകമകന്നു തെളിഞ്ഞു വാഴും വിധവും മർക്കടനായകന്മാരോട് ചൊല്ലിനാൻ
അർക്കതനയനും അങ്കദനും തഥാ നിൽക്കരുതാരും പുറത്തിനി വാനരരൊക്കെ കടക്ക മുറിക്ക മതിലുകൾ. ഇപ്പോൾ ഞാനും എന്താ എല്ലാവർക്കും ജീവനൊക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഉന്മേഷവാന്മാരാണ്. ഇനി ഒന്നും നോക്കണ്ട, പെരുമ്പട ഒരുമിച്ച് ലങ്കാപുരി പ്രവേശിച്ച് രാക്ഷസനെ വധിക്കാനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെ മുഴുവൻ ഇല്ലാതാക്കാനുള്ള പ്രവർത്തനം തുടങ്ങുക എന്ന് സേനാനായകനായിട്ടുള്ള അങ്കദൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് അതുപ്രകാരം പോയി അവർ വലിയ ഘോര ശബ്ദത്തോടുകൂടി അവർ വന്ന് ചെന്നു. തെരുവുതരെ വെച്ചു തുടങ്ങിനാർ പ്രാസാദ ഗോപുരകർമ്മഗേഹങ്ങളും കാസീസകാഞ്ചന രൂപ്യതാമ്രങ്ങളും ആയുധശാലകളാഭരണങ്ങളും ആയേതനങ്ങളും മജ്ജനശാലയും വാരണവൃന്ദവും വാജീസമൂഹവും തേരുകളും വെന്തു വേണിടുന്ന സ്വർഗലോകത്തോളമെത്തി ദഹനവും ശക്രനോടങ്ങറിയിപ്പാൻ അനാകുലം. മാരുതി ചുട്ടതിലേറെ നന്നായി ചമച്ചോരു ലങ്കാപുരം ഭൂതിയായി വന്നിതു രാത്രിഞ്ചര സ്ത്രീകൾ വെന്തലറിപ്പാഞ്ഞ് എല്ലാവരും അലറിപ്പാഞ്ഞ് തുടങ്ങി. ഇവരുടെ ഘോരമായിട്ടുള്ള വരവും കൊള്ളിവെപ്പും ദൈവപ്പും യുദ്ധത്തിൻ്റെ സന്നാഹങ്ങളും എല്ലാം കൂടി വന്നു. അപ്പോഴാണ് കുംഭകർണൻ്റെ പുത്രന്മാരിൽ കുംഭനും നികുംഭനും എന്നു പേരുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളൊരു കുംഭനോടാശു നീ പോകുന്ന ചൊല്ലിയാൽ കുംഭകർണൻ്റെ മൂത്ത മകനായിട്ടുള്ള കുംഭനോട് യുദ്ധത്തിന് പുറപ്പെടാൻ രാഷ്ട്രരാജാവ് ആജ്ഞാപിച്ചു. അതുപോലെ ആ കുംഭൻ വന്നു. അതിനുശേഷം നികുംഭൻ വന്നു. അവിടെ അങ്കദൻ ആദ്യം തന്നെ അവരെ കാലപുരിക്ക് അയച്ചു. കമ്പനൻ എന്ന് വന്ന ആളെയും വധിച്ചു. അങ്ങനെ കൂടെയുള്ള കുറേ പേര് മഹാബലൻ, വിവിധൻ മുതലായിട്ടുള്ള ആൾക്കാരാണ് ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരും അവിടുത്തെ തയ്യാറായി വന്നു. അവരെയൊക്കെ തന്നെ ഓരോരുത്തരെയും ഏറ്റുമുട്ടി. വിവിധനെ ഏറ്റുമുട്ടി. ശോണിതേശ്വരൻ എന്നുള്ള ആളോടാണ് ഏറ്റുമുട്ടി. അതൊരു രാക്ഷസനാണ്. അവനെ കൊന്നത് വിവിധനാണ്. അതുപോലെ മൈന്ദനും യുഭാക്ഷനെ കൊന്നു. മൈന്ദൻ എന്നുള്ള ആൾ യുഭാക്ഷൻ എന്ന പേരുള്ള ഒരാളെ വധിച്ചു. അങ്ങനെ പേര് വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട്. ഓരോരോ വാരന്മാർ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആൾക്കാരാണ്. അവരൊക്കെ തന്നെ അതിഗംഭീരന്മാരായിട്ടുള്ള ഇയാളുടെ സേനാനായകന്മാരെയൊക്കെ വധിച്ചു കഴിഞ്ഞു. അവർ വിവിധൻ എന്നുള്ളൊരു കഥാപാത്രം അതിൽ വരുന്നുണ്ട്. വിവിധൻ എന്ന് പറഞ്ഞാൽ ദ്വിവിധ. അതുപോലെ രണ്ട് കാലത്തും വരുന്ന ആളാണ്. ത്രേതായുഗത്തിലുണ്ട്, അത് ദ്വാപര യുഗത്തിലുണ്ട്. ദ്വിവിധ എന്നുള്ള വാക്ക് രണ്ട് വിധത്തിലുണ്ടായ ആളെന്നുള്ള കാര്യക്കാണ് വിവിധൻ എന്ന് പറയുന്നത്. വാനരശ്രേഷ്ഠനാണെങ്കിലും അവൻ ശ്രീരാമൻ്റെ ഏറ്റവും വലിയ അനുയായിയും ശ്രീരാമൻ്റെ കൂടെ യുദ്ധത്തിന് തയ്യാറായി നിന്ന ആളുമായിരുന്നു. പക്ഷേ സരയൂരിൽ മജ്ജനം ചെയ്ത് മോക്ഷപ്രത്യ ലഭിച്ചുള്ളൂ അതിന് തയ്യാറാവാതെ നിന്ന ആളും കൂടിയായിരുന്നു. മാത്രമല്ല വിവിധൻ്റെ അടുത്ത് ഓരോ വാനരന്മാർക്കും യുദ്ധം കഴിഞ്ഞ് ചോദിക്കുന്നല്ലോ, നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് ഭഗവാൻ ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും വരങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വിവിധൻ ചോദിച്ച വരം എന്താ വെച്ചാൽ, എനിക്ക് ലക്ഷ്മണനായിട്ടൊന്ന് ഏറ്റുമുട്ടു. എന്തൊരു ബാഹുബല ലക്ഷ്മണന്. അപ്പോൾ ലക്ഷ്മണൻ ഞാനൊരു ഇപ്പോൾ തന്നെ ഒരു മൽപ്പിടുത്തം നടത്തി കളയാം എന്നുള്ള ഒരു വരം അതാണ്. അപ്പോൾ അയ്യോ അതൊരിക്കലും സാധിക്കില്ല. കാരണം വാനരന്മാരെ ഇടിക്കാൻ രാമനും ലക്ഷ്മണനൊന്നും സാധിക്കില്ല. നിങ്ങൾക്ക് വരം തരാൻ മാത്രം സാധിക്കില്ല. ഏതായാലും അതിനൊരു അവസരം ഉണ്ടാവും. അപ്പോൾ അതിന് സാധിക്കും. അതെപ്പോഴാണ് അതുണ്ടാവും? കാലം കഴിഞ്ഞാലും നടക്കും. അവസരം ഉണ്ടാക്കിത്തരാറുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ അടുത്ത യുഗത്തിൽ, ദ്വാപര യുഗത്തിൽ ഇതേ രാമലക്ഷ്മണന്മാർ അവിടെ ബലരാമനും ശ്രീകൃഷ്ണനുമായിട്ട് ഒതിച്ച്. അപ്പോൾ ലക്ഷ്മണൻ തന്നെയാണ് ബലരാമൻ. അപ്പോൾ ആ സമയത്ത് ആ കഥയിൽ നമുക്ക് കാണാൻ കഴിയും ഈ വിവിധൻ അഥവാ ദ്വിവിധൻ അവിടെ വന്ന് രൈവതക പർവ്വതത്തിൻ്റെ അടുത്ത് ധാരാളം സ്ത്രീകളോ തരുന്മാരുമായി മദ്യപിച്ച് അങ്ങനെ ഉല്ലസിച്ചിരിക്കുകയാണ്. ബലരാമൻ അവിടെ വന്ന് ശബ്ദമുണ്ടാക്കുകയും അവൻ്റെ സുരാകരസ്ഥ മദ്യപാത്രത്തെ എടുത്തുകൊണ്ട് ഉടയ്ക്കുകയും ആ ചില്ലകളൊക്കെ എടുത്ത് പൊട്ടിച്ച് മേലേറുകയും ഈ സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് ബലരാമൻ ഉണർന്നു വന്ന് അതിഗംഭീരമായിട്ടുള്ള യുദ്ധം നടന്ന അവസാനം കൈകൊണ്ട് പല ആയുധങ്ങളും മരങ്ങളൊക്കെ എടുത്ത് വെച്ചാൽ അവസാനം കൈകൊണ്ട് തന്നെ അവനെ അടിച്ച് ബലരാമൻ വധിച്ചു എന്ന് പറയുന്നത് കൃഷ്ണാട്ടത്തിൽ കാണും. ഒരു വിവിധ പറഞ്ഞൊരു കഥ തന്നെയുണ്ട് കൃഷ്ണാട്ടത്തിൽ. 1.5 മണിക്കൂർ വിസ്തരിച്ച് ആടുന്നൊരു ഭാഗമാണ്. ഈ ബലരാമൻ പ്രാധാന്യം കൊടുത്തൊരു കഥ എന്നുള്ളതൊക്കെയാണ് അത് അറിയുന്നത്. അപ്പോൾ ആ വിവിധനെക്കുറിച്ചാണ് ഈ ഭാഗത്തിലൂടെ പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞു ഖരൻ്റെ മകനാണ് മകരാക്ഷൻ. ആ മകരാക്ഷൻ എന്നുള്ള ഒരാൾ അവിടെ യുദ്ധത്തിനായിട്ട് വന്നു. ആ മകരാക്ഷനെയും വധിച്ചു. പിന്നെ അതിനുശേഷം പാവകാസ്ത്രം കൊണ്ട് കണ്ടവും ഛേദിച്ചു ദേവകൾക്കാപത്തു തീർത്തിയിടിനാൻ. മകരാക്ഷനെ വധിച്ചത്
പാവകാസ്ത്രം കൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിനുശേഷം മായാസീതാവധം എന്നുള്ള ഭാഗം പറയുന്നുണ്ട്. അതായത് പല പല മായകൾ കാട്ടിക്കൊണ്ടാണ് ഇവരെ എങ്ങനെയാണ് എതിരാളികളെ മാനസികമായിട്ട് തളർത്താൻ കഴിയാനുള്ള യുദ്ധത്തിൻ്റെ തന്ത്രമാണ്. ഇപ്പോൾ ഈ നേരിട്ട് എതിർത്ത് സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ രാക്ഷസന്മാർ പല വിധത്തിലുള്ള മായകളും പ്രയോഗിച്ചു തുടങ്ങി. വൃത്താരുചിത്വം പുറപ്പെട്ടു പോരിനായി യുദ്ധോദ്യമം കണ്ട് സൗമിത്രി ചെന്നു കണ്ട് കാകുത്സനോടിത്ത ഉണർത്തിച്ചിനാൻ നിത്യം മറഞ്ഞെന്നിങ്ങനെ രാവണപുത്രൻ കബീവരന്മാരെയും നമ്മയും അസ്ത്രങ്ങളെ അന്തം വരുത്തുന്നത് എത്ര നാളേക്ക് പൊറുക്കണമെന്നിങ്ങനെ എത്ര നാളായി നമ്മൾ യുദ്ധം തുടങ്ങിയിട്ട് എത്രയോ വാനന്മാർക്കും അംഗഭംഗങ്ങളും ജീവഹാനികളും നടക്കണില്ലേ? അതുകൊണ്ട് ഇത് എത്രയും വേഗം ഇവനെ നാശം വരുത്തേണ്ടത് ആവശ്യമല്ലേ എന്ന് ശ്രീരാമനോട് ലക്ഷ്മണൻ പറഞ്ഞു. രാമഭദ്രസ്വാമി താനും അരുൾ ചെയ്തു, ആയോധനത്തെങ്കൽ ഓടുന്നവരോടും ആയുധം പോയവരോടും വിശേഷിച്ചു നേരെ വരാതവരോടും ഭയം പൂണ്ട് പാതാന്തികെ വന്ന് വീഴുന്നവരോടും പൈതാഹവസ്ത്രം പ്രയോഗിക്കരുതടോ. ഇത് പറയുന്നതിൻ്റെ അർത്ഥം പൈതാഹവസ്ത്രം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാസ്ത്രം, ബ്രഹ്മാവ് കൊടുത്ത അസ്ത്രത്തെയാണ് അത് പറയുന്നത്. ആ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചുകൊണ്ട് നമുക്ക് ചുട്ടുചാമ്പലാക്കി ഇവരിൽ ഒരാളെയും പോലും ഇല്ലാതാക്കലേ നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. എന്തിനാണ് ഇനിയും യുദ്ധം നീട്ടിക്കൊണ്ട് ഇത്ര വിഷമിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാ അധികാരങ്ങളും എല്ലാ ശക്തികളും എല്ലാ വൈശിഷ്ട്യങ്ങളും എപ്പോഴും എങ്ങനെയും പ്രയോഗിക്കാവുന്നതല്ല. അത് അവസരോചിതമായി യഥാസമയത്ത് മാത്രമേ ശക്തി പ്രയോഗിക്കപ്പെടാൻ പാടുകയുള്ളൂ. അതൊരു സാധാരണ നിയമം തന്നെയാണ്. ലക്ഷ്മണനോട് പറഞ്ഞതാണ്, അത് ആരോട് ഇത് പ്രയോഗിക്കാൻ പറ്റില്ല. അത് അസ്ത്രങ്ങൾ ഏതുടൻ അന്തം വരുത്തുന്നത് എങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞാണ്, ആയോധനത്തിങ്കിലോടുന്നവരോടും യുദ്ധം ചെയ്തതിൻ്റെ ഇടയിൽ തന്നെ ഭയപ്പെട്ട ഒരാൾ തിരിച്ചോടിയാൽ അവരോട് അസ്ത്രം പ്രയോഗിച്ച് വധിക്കാൻ പാടില്ല. അതേപോലെ നേരെ വിരവോട് വരാതവരോടും മറിഞ്ഞു നിന്ന് മാത്രം യുദ്ധം ചെയ്യാൻ നിൽക്കുക, ധൈര്യത്തിൽ വരാൻ തയ്യാറില്ലാത്തവനെ ഏതു വിധേനയും അസ്ത്രം പ്രയോഗിച്ച് നശിപ്പിക്കാൻ ശ്രമിക്കേണ്ടതില്ല. ഭയം പൂണ്ട് പാതാന്തികെ വന്ന് വീഴുന്നവരോടും ആകെ ആ എതിരാളികളുടെ ശക്തി വിശേഷങ്ങൾ കണ്ട് ഭയം പൂണ്ട് കാൽക്കൽ വന്ന് വീഴുന്ന മാപ്പപേക്ഷിക്കാൻ അതിൽ എത്ര പേര് ശത്രുവായാലും അവരെ അസ്ത്രം പ്രയോഗിക്കരുത്. അത് അതിൽ വിശേഷിച്ചും ഈ പൈതാമഹാസ്ത്രം അഥവാ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കഴിവുള്ള അസ്ത്രമായതുകൊണ്ട് അത് പരിമിതമായും അത്യാവശ്യം വരുമ്പോഴും അവസാന വാക്ക് എന്നുള്ള എനിക്ക് മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയും. ഞാൻ ഇവനോട് പോർ ചെയ്വൻ എല്ലാവരും ദീനത എന്നിയേ കണ്ടു നിന്നിടുവൻ എന്ന ഒരു കാര്യം പറയാൻ ഞാൻ കാര്യമായിട്ട് എൻ്റെ യുദ്ധത്തിന് പുറപ്പെടുകയാണ്. നിങ്ങൾക്കൊരു ഭയപ്പാടും ഉണ്ടാവില്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇവരെ നേരിടുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാവുന്ന ഭാഗത്തിലാണ് പിന്നെ രാമേന്ദ്ര പ്രഭു മുന്നോട്ട് ചെയ്തത്. എന്ന് ഇത് സന്നദ്ധനായൊരു കണ്ട് രാവണീ തർഷനെ ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ പൊക്കു മായാസിതയെ തേരിൽ വെച്ചിട്ടുടൻ. അപ്പോൾ ഈ സമയത്ത് നേർക്ക് നേരെ പൊരുതി ജയിക്കാൻ കഴിയില്ല എന്ന് വരുമ്പോഴാണ് പിന്നെ മായാപ്രയോഗങ്ങൾ പ്രത്യേകിച്ച് രാക്ഷസന്മാർ തുടങ്ങുന്നത്. അപ്പോൾ അവിടെ അടുത്ത ദിവസം യുദ്ധത്തിനായിട്ട് വരുന്ന സമയത്ത് നേരിട്ട് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനും നോക്കുമ്പോൾ അവിടെ സീതയെ വിരുദ്ധനായിട്ട് കണ്ടിട്ടില്ല. അശോകവനിയിൽ അവിടെ എവിടെയോ കഴിച്ചുകൂടെ. ഇപ്പോഴിതാ ഈ തേർത്തെടുത്ത് യുദ്ധഭൂമിയിലേക്ക് എന്ത് സാഹസത്തിനാണ് സീതയെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവരെല്ലാം അന്തം വിട്ട് നോക്കുന്നു. നിശ്ചലാനായി നിന്ന അന്നേരം കവികളും തേരിൽ മായാസീതയെ കണ്ടു ദുഃഖിച്ച് മാരുതി പരവശനായതു മാരുതി പോലും. ഹനുമാൻ പോലും സീതയൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ള ആൾ തന്നെയാണ് ഹനുമാൻ. ഇപ്പോൾ അതേ സീത തന്നെ തങ്ങളുടെ യുദ്ധത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ എന്താണ് സംഭവം? പരവശനായതു ജാനകീദേവിയെ വെട്ടിനാൻ നിർദ്ദയം. ഇങ്ങനെ എല്ലാവരും കണ്ടു നിൽക്കുമ്പോൾ ഈ പരമയോദ്ധാക്കൾ മുന്നിലുള്ളപ്പോൾ എതിർവശത്ത് തൻ്റെ പത്നി തന്നെ വെട്ടി വീഴ്ത്തപ്പെടുകയാണ് എന്ന് രാമൻ കാണും. അയ്യോ വിഭോ രാമ രാമേതി വാവിട്ട് അയ്യൽ മിഴിയാൾ മുറ വിളിച്ചിട്ട് അങ്ങനെ വെട്ടുമ്പോൾ ആകെ കൂടി രാമരാമ എന്ന ഉറക്ക ശബ്ദം കൊണ്ട് സീത കരയുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഇത് ദുഷ്ടപ്രവൃത്തികളുടെ അല്ലെങ്കിൽ ഇത്രയും ക്രൂരമായി ചെയ്യുന്നവരുടെ പ്രവർത്തനങ്ങളാണ്. ചോരയും പാലിൽ പരന്നിതു കണ്ടു മാരുതി ജാനകി എന്നു തേറിയിടിനാൽ അവിടെയുള്ളവരൊക്കെ അങ്ങനെ തന്നെ വിചാരിച്ചു.
കാരണം ഇവർ ദുഷ്ടന്മാരായതുകൊണ്ട് മനസ്സിലും വാക്കിലും പ്രവൃത്തിയിലൊക്കെ വെവ്വേറാണ്. മനസ്സേകം വജസ്യേകം കർമ്മണ്യേകം മഹാത്മനാം. വജസ്യന്യൽ മനസ്യന്യൽ കർമ്മണ്യന്യൽ ദുരാത്മനാം എന്നാണ് സുഭാഷിതം പറഞ്ഞിരുന്നത്. മനസ്സിൽ തന്നെ വച്ചുള്ള കാര്യം തന്നെ അത് വാക്കിലും പ്രവൃത്തിയിലും കൊണ്ടു നടക്കുക എന്നുള്ളത് മഹാത്മാക്കളുടെ ലക്ഷണമാണ്. പക്ഷേ മനസ്സിലൊന്ന്, പിന്നെ പ്രവൃത്തിയിലൊന്ന്, വാക്കിലൊന്ന്, മനസ്സാ വാച കർമ്മണ വെവ്വേറെയായി തീരുന്ന ആൾക്കാരാണ് ദുരാത്മാക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ രാഷ്ട്ര സ്വഭാവമുള്ളവരൊക്കെ തന്നെയും ദുരാത്മാക്കളായതുകൊണ്ടാണ് യഥാർത്ഥത്തിലുള്ള സീതയെപ്പോലും മറച്ച് മായാ സീതയെ ഉണ്ടാക്കി കൊണ്ടുവന്ന് നിർദ്ദയം ഇവരുടെ മുന്നിൽ വെട്ടുന്നതായി കണ്ടപ്പോൾ സത്യത്തിൽ കുറച്ച് നേരം കൂടി അത് കണ്ടപ്പോൾ എല്ലാ വാനരന്മാരും പിൻവാങ്ങി യുദ്ധത്തിൽ നിന്ന്. എന്നിട്ട് കുറച്ചു നേരം സങ്കടത്തിൽ പോലെ രാമന് നിന്നു. അത് കണ്ട് ലക്ഷ്മണനും എന്താണ് സംഭവിക്കുന്നത് ബോധം കെട്ട് വീഴുന്ന അവസ്ഥയിലുണ്ടായി. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ആരോ ഒന്ന് പറഞ്ഞ ശേഷമാണ് വിഭീഷണൻ കാണുന്നത്. വിഭീഷണൻ അവിടെ എന്താ സംഭവിച്ചു നോക്കാമെന്ന്. നിസ്സംഗരായൊക്കെ നിന്നു കവികളും ദുഃഖം കെടുപ്പതിനായുള്ള വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങി. കുമാരനും എന്തൊരു ഘോഷം ഉണ്ടായതെന്നാത്മനി ചിന്തിച്ചവിടേക്ക് വന്നു. വിഭീഷണൻ ചോദിച്ച നേരം കുമാരൻ പറഞ്ഞിതു മാതരിശ്വാത്മജൻ ചൊന്ന വൃത്താന്തങ്ങൾ. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അത് മനസ്സിലാക്കി വിഭീഷണൻ അത് ശ്രദ്ധിച്ചു. എന്താ ഉണ്ടായെന്ന് ചോദിച്ചു. വിഭീഷണൻ കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ ഉടനെ വിഭീഷണൻ ചിരിച്ചുകൊണ്ട് കയ്യണ കൊട്ടിച്ചിരിച്ചു. വിഭീഷണൻ അയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞു വിഭോ, ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തിങ്കലാരുമുണ്ടായി വരാ. അതുകൊണ്ട് ഈ കുരങ്ങന്മാർ വന്ന് പറഞ്ഞു കേട്ടിട്ട് അവരുടെ വിഷമം കേട്ട് അങ്ങൊന്നും വിചാരിക്കേണ്ട. ഇവിടെ ഒരു സീതയൊന്നും വധിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. ലോകേശ്വരിയായിട്ടുള്ള ജഗദംബയാണ്. അതുകൊണ്ട് അത് അസുരന്മാരുടെ എൻ്റെ കൂടെയുള്ള തന്നെ ഞാൻ അവരുടെ കൂടെ ഇരുന്നാണല്ലോ അവരെല്ലാമായി എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഈ നക്തഞ്ചരന്മാർ ഈ രാക്ഷസന്മാർ ചെയ്ത ഒരു മായയാണ്, അല്ല യാഥാർത്ഥ്യമല്ല. മായ നിപുണനാം മേഘനിനാഥൻ ഇക്കാര്യം അനുഷ്ഠിച്ചതെന്തിനാശുകൾ. ഇതിനാണ് ഈ മായയുടെ മുഴുവൻ അധിപനായിട്ടുള്ള മേഘനാഥൻ എന്തിനാണ് ചോദിച്ചാൽ മർക്കടന്മാർ ചെന്ന് ഉപദ്രവിച്ചിടാതെ തക്കത്തിലാശു നികുംഭയിൽ ചെന്ന് പുക്കുടൻ തന്നെ ഹോമം കഴിപ്പതിനായിക്കൊണ്ട് കണ്ട ഒരു ഉപായം ഇതത്ഭുതം. അതിനുള്ള കാരണം കൃത്യമായിട്ടിവിടെ പറഞ്ഞു കൊടുത്തത്. ഇയാൾ നികുംബലയിൽ പോയി വീണ്ടും പണ്ട് നികുംബലയിൽ വലിയ ഒരു തപസ്സൊക്കെ നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഈ ബ്രഹ്മാസ്ത്രം കൊണ്ട് രാമാദികളെയും ഒക്കെ ഇല്ലാതാക്കാൻ അവരൊക്കെ മരിച്ചു എന്ന അവസ്ഥ കൊണ്ടുവരാൻ സാധിച്ചത്. ഇപ്പോഴിതാ ഇനി അതിൻ്റെ ഈ എന്ത് വ്രതങ്ങളിലൂടെയും യജ്ഞങ്ങളിലൂടെയും ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും വീണ്ടും അത് ആവർത്തിച്ച് തപസ്സനുഷ്ഠിച്ചാലേ ഉള്ളൂ. അതാണ് യാഗങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത്. ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി എന്ന് യജ്ഞത്തെക്കുറിച്ച് പറയുമ്പോൾ ജ്യോതിഷ്ഠേന ഓമേന യജേത, സ്വർഗകാമോ ജ്യോതിഷ്ഠോമേന യജേത ഒരു വാക്കാണ്. സ്വർഗം ആഗ്രഹിക്കുന്ന ആൾ ജ്യോതിഷ്ഠോമം എന്ന പേരുള്ള യജ്ഞം കൂടി ചെയ്യണം. പുത്രകാമേഷ്ടിയേന യജേത, പുത്രനെ ആഗ്രഹിക്കുന്ന പുത്രകാമേഷ്ടിയാഗം ചെയ്യണം. ശേനേന യജേത, അങ്ങനെ ഓരോ യജ്ഞങ്ങളുടെ പേരുണ്ട്. അതിൻ്റെ പരശ്രുതിയുണ്ട് ഇന്നത് ചെയ്യാൻ. പക്ഷേ ആ പരശ്രുതിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ബാങ്കിൽ എമൗണ്ട് ഇടുന്ന പോലെയാണ്. എടുത്തു കഴിഞ്ഞാൽ പോവുകയും ചെയ്യും, അതുവരെ ഉള്ളൂ. അത് ഉപയോഗിക്കാനാണല്ലോ വയ്ക്കുന്നത്. അത് കഴിഞ്ഞാൽ മുഴുവൻ കഴിഞ്ഞ് പിന്നെ വീണ്ടും എന്ന് തുടങ്ങണം. ഇതുപോലെ ഈ പുണ്യം, ക്ഷീണമായ പുണ്യം കൊണ്ട് സ്വർഗം ലഭിക്കാം, വലിയ ഗുണങ്ങൾ ലഭിക്കാം. പക്ഷേ പുണ്യക്ഷയം വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും പഴയ പോലെ തന്നെ മർത്യലോകം വിശന്തി. സ്വർഗത്തിലേക്ക് പോകാം, തിരിച്ച് മനുഷ്യനായി തിരിച്ചു വരാം, പഴയ പോലെ തന്നെ ആവാമെന്നർത്ഥം. അപ്പോൾ അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവനും ഇപ്പോൾ പഴയ പോലെ ആയിക്കഴിഞ്ഞു. അതിൻ്റെ ആ ശക്തിയൊക്കെ പ്രയോഗിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അവിടെ മേഘനാഥനെ. അപ്പോൾ മേഘനാഥൻ നികുംബലയിൽ പോയി വലിയൊരു യാഗം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ആ യാഗം ചെയ്യുമ്പോൾ അവിടെ ഈ വാനരന്മാർ വന്ന് ഉപദ്രവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വാനരന്മാർ ആ വഴിക്ക് അടുക്കരുത് എന്ന് വിചാരിച്ചുകൊണ്ട് അവരെ അകറ്റി നിർത്താനൊരു ഉപായത്തിന് വേണ്ടിയാണ് സീതയെ തന്നെയൊക്കെ വധിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും നാരന്മാർക്ക് അവർ വരാൻ തോന്നുമോ, ധൈര്യം വരുമോ? അവരെല്ലാം യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങി. ഇവൻ ആ സമയം നോക്കി
അവിടെ യജ്ഞം ചെയ്ത് ഗംഭീരമായിട്ടുള്ളൊരു കാര്യം ചെയ്യാം, ശക്തി ആർജിക്കാൻ വേണ്ടി പോകുകയാണ് എന്ന് വിചാരിച്ചാണ് ചെയ്തത്. ചെന്നുപതി തക്കത്തിലാശു നികുംബലിയിൽ ചെന്നു പുക്കുടൻ തന്നെ ഹോമം കഴിപ്പതിനായി കൊണ്ട് കണ്ടു ഒരു ഉപായം അത്യത്ഭുതം. ചെന്നിന് ഹോമം മുടക്കേണമല്ലായെങ്കിൽ എന്നും അവനെ വധിക്കരുതർക്കമേ. അതുകൊണ്ട് ഇനി അവൻ നടത്തുന്ന ഈ ഹോമം വളരെ കൃത്യമായിട്ട് അവൻ പൂർത്തിയാക്കി കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ ഇനി വാനരന്മാരോ നമ്മളാരും വിചാരിച്ചാൽ പോലും ഈ മേഘനാഥനെ ഇന്ദ്രജിത്തിനെ വധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് രാഘവാസ്വാമിൻ ജയ ജയ. മാനസവ്യാകുലം തീർന്നെഴുന്നേൽക്കദയാനിധേ ലക്ഷ്മണനും അടിയനും കവികുല മുഖ്യപ്രവരുമായിട്ട് പോകണം. ഇപ്പോൾ തന്നെ എത്രയും വേഗം എല്ലാ സേനാനായകന്മാരെയും സ്വീകരിച്ചുകൊണ്ട് അവരെയൊക്കെ മുന്നിൽ വരുത്തി നമുക്ക് ഉടനെ ഇയാളുടെ ഇത് മുടക്കാനുള്ള യാത്രയ്ക്ക് എല്ലാ വാനരന്മാരെയും ഏർപ്പാട് ചെയ്യണം എന്നുള്ളതാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ ഇയാളിവിടെ ഗംഭീരമായിട്ടുള്ള യാഗം തുടങ്ങാനുള്ള സംഭാരങ്ങളെല്ലാം കൊണ്ടുവന്ന് തുടങ്ങി. അതിൻ്റെ കൃത്യതയോടുള്ള കാര്യങ്ങൾ അവിടെ ഏർപ്പാട് ചെയ്യേണ്ടത്. അതിനുള്ള സംഭാരങ്ങൾ എന്ന് പറഞ്ഞാൽ സൃക്ക് സ്രവം എന്നുള്ള കാര്യങ്ങൾ ഇതിൻ്റെ യജ്ഞത്തിന് വേണ്ടതാണ്. ഉദ്ഘാതാക്കൾ, ഋത്വിക്കുകൾ, അതുപോലെ അതിനുള്ള ചരു എന്ന് പറയും, യജ്ഞത്തിൻ്റെ ആ മണ്ഡപം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഓരോന്നോരായി വിധിയാവണം. ആരും അറിഞ്ഞില്ല എന്ന് വിചാരിച്ചാണ് മായാവിയായിട്ടുള്ള ഇന്ദ്രജിത്തിൻ്റെ യാഗത്തിൻ്റെ പുറപ്പാട്. പക്ഷേ മായാമയനായിട്ടുള്ള ഭഗവാൻ ഓരോ നിമിത്തത്തിലൂടെ ഇത്തരം മായാവികളുടെ മായയെ തകർക്കാനുള്ള വഴികൾ കാണിച്ചു കൊണ്ടിരിക്കും. നമ്മളൊരുപാട് കഥകളിൽ നന്മതിന്മകളുടെ ഭാഗത്തിൽ ഇങ്ങനെ എതിർഭാഗത്തുള്ള കാര്യത്തിൽ എന്തു ചെയ്യണമെന്ന് അറിയാതെ അന്തം പെടുമ്പോഴാണ് അതിന് ഉപായം കണ്ടെത്തുക. ആ സമയത്താണ് ആ ഭഗവാന്റെ സാന്നിധ്യം പ്രത്യക്ഷമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെയാണ് ഈ ഉപായം ലഭിച്ചത് എന്ന് പോലും നമുക്കറിയില്ല. ആർക്കാണ് ഉപായം വേണ്ട വിധത്തിൽ ലഭിക്കുന്നത്? നാരായണീയത്തിനനുസരിച്ച് പറയുകയെന്ന് വെച്ചാൽ നമ്രാണാം സന്നിധത്തെ സതതമഭി പുരസ്തൈരഭ്യർത്ഥിതാനഭ്യർത്ഥാൻ കാമാനജസ്രം വിതരതി പരമാനന്ദസാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധിക ഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ചക്രവാടി ദ്രുമം അഭിലഷതി വ്യർത്ഥമർത്ഥ്യൂറജോയം. അപ്പോൾ ഏത് ആപത്തും വരുമ്പോഴും ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളെ മറികടക്കാനുള്ള ഒരവസ്ഥയിൽ ഒരാൾ കരകാണാ കയത്തിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ശരിയായിട്ട് വഴിയെ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഈശ്വരനോട് നമ്മുടെ ഭാവത്തിൽ, ആരെങ്കിലും വ്യക്തികളുടെ രൂപത്തിലാവാം, മറ്റെന്തെങ്കിലും വാർത്തകളുടെ രൂപത്തിലാവാം, അല്ലെങ്കിൽ ചില നിമിത്തങ്ങളുടെ രൂപത്തിലാവാം. അങ്ങനെ ഒരവസ്ഥ ഒരു ഉപാസകൻ ആർക്കും നമ്രാണാം സന്നിധത്തെ നമിക്കുന്നവരുടെ അടുത്തത്തെ, എല്ലാവരും അല്ല, കൃത്യമായും ഈശ്വര സേവ ചെയ്യുന്നവരുടെ അടുത്ത് ത്വയി വിമുഖാനാം പതനം സുനിയതം അഭിസുമഹിത പദഭാജാം ക്വാപി കുതോപി നഹാനിരിഹാജിത തവസുലളിത പദഭാജാം. ഭഗവത് വിമുഖന്മാരാകുമ്പോൾ ത്വയി വിമുഖാനം പതനം സുനീതം, വീഴ്ച ഉറപ്പാണ്. വീഴ്ച നമുക്ക് ആധ്യാത്മികമായിട്ടുള്ള വീഴ്ചയാവാം, അല്ലെങ്കിൽ മറ്റ് സാമ്പത്തികമായിട്ടുള്ള വീഴ്ചയാവാം, ശാരീരികമായിട്ടുള്ള വീഴ്ചയാവാം, ഒക്കെ പലതരത്തിലുള്ള വീഴ്ചകളുണ്ടാവാം. പക്ഷേ ക്വാവി കുതോബി ന ഹാനി, ക്വാവി ഒരു തരത്തിലും ഒരു വിധത്തിലും ഒരു ഹാനിയും ദോഷമുണ്ടാവുന്നില്ല. അവർക്കെല്ലാറ്റിനും പരിഹാരങ്ങൾ ലഭിക്കുകയും ചെയ്യും. ആർക്ക്? തവ സുലളിത പദഭാജാം, ഭഗവാന്റെ ലളിത കോമള തൃപ്പാദങ്ങളെ, ആ സുന്ദര തൃപ്പാദങ്ങളെ ആശ്രയിക്കുന്നവർക്ക് ചരണപങ്കജം ശരണമാകണേ എന്ന് ആ ചരണപങ്കജത്തെ മാത്രം ശരണമാണെന്ന് ചിന്തിക്കുമ്പോൾ എന്തുണ്ടാവുന്നു? അവർക്ക് ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. അവർ ലോകത്തിലെ വിഷമങ്ങളെക്കുറിച്ച് അറിയുന്നതേയില്ല. കാരണം നമ്രാണാം സന്നിധത്തെ അവർ നമിച്ചത് കൊണ്ടാണ്. അങ്ങനെ നമിക്കുന്ന ഒരാൾക്ക് അഭ്യർത്ഥിക്കുക കൊണ്ട് വേണ്ട, അനഭ്യർത്ഥിത നബി അർത്ഥാൻ കാമാന ജസ്രം വിചരതി, ഒന്നും ചോദിക്കാതെ തന്നെ എന്ത് വേണമെന്ന് അങ്ങോട്ട് ചോദിച്ച് ഇങ്ങോട്ട് ചോദിച്ചു കൊടുക്കുന്ന ഭഗവത് കാരുണ്യമാണ് ഒരു ഭക്തന് ലഭിക്കുന്നത്. ഒന്നും അനഭ്യർത്ഥ നബി, അഭ്യർത്ഥിച്ചാലാണ് കുഴപ്പം.
ചെയ്ത് കിട്ടിയാലാണ് നമുക്ക് പ്രശ്നം. നമ്മൾ ആവശ്യപ്പെട്ട് ഇങ്ങനെ കിട്ടണേ എന്ന് വിചാരിക്കുമ്പോൾ ആ കിട്ടിയത് നമുക്ക് ബുദ്ധിമുട്ടാകുന്ന ആർക്കറിഞ്ഞൂടാ. നമ്മൾ വിചാരിക്കുകയാണ് ഇന്നതുകൊണ്ടാണ് നമുക്ക് നല്ലത്, അത് കിട്ടിയാൽ കേമായി. അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ഈശ്വരന സർവം എന്താണ് ഭാവഗ്രാഹി ജനാർദ്ദന. എല്ലാവരുടെയും ഭാവവും ആർക്ക് എന്ത് വേണം എന്ന് വേണ്ടത് നിശ്ചയിക്കുന്ന ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാൻ നിശ്ചയത്തിന് വിട്ടുകൊടുത്താൽ സ്വാഭാവികമായിട്ട് വന്നു ചേരും എല്ലാ കാര്യങ്ങളും. നമിക്കുക മാത്രമേ നമ്മൾ ചുമതല വേണ്ടൂ. കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരും ഈശ്വരനല്ലോ എന്നത്. നമ്മൾ കർമ്മം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. ഭഗവാനെ ആരാധിക്കുക എന്നുള്ളത് നമ്മളുടെ ജീവിത ലക്ഷ്യമാണ്. അതിൻ്റെ ഫലം ഭഗവാൻ കർമ്മണ്യേവാധികാരസ്ഥ എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ്. നമ്മളുടെ അധികാരം പ്രവർത്തനം അത് ചെയ്യുക, ഈശ്വരനെ വന്ദിക്കുക, ഈശ്വര കാര്യങ്ങൾ വ്യാപൃതരാവുക. എന്തിനെന്ന് വെച്ചാൽ ഒന്നിനുമില്ല, അത് നമ്മുടെ ശീലമാണ്. അപ്പോൾ ത്വൽപ്രസാദായ ഭഗവത് പ്രസാദത്തിനാവാം. മറ്റേ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി ഒന്നും ചെയ്യേണ്ടതില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്നത്? അനഭ്യർത്ഥിതാനബി അർത്ഥാൻ കാമാൻ അജസ്രം വിതരതി. അർത്ഥങ്ങളും കാമങ്ങളും അജസ്രം ഇഷ്ടം പോലെ. ഒരാൾ 10 ചോദിച്ചാൽ 10,000 കൊടുക്കാനുള്ള ശക്തിയുള്ള മഹാപ്രഭുവാണല്ലോ. ആളോട് എന്തിനു 10 ചോദിക്കണം? ഒന്നും ചോദിക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ വേണ്ടത് എന്താണ് അർഹതയുള്ളതേ കൊടുക്കുള്ളൂ. അർഹത സത്രാജിത്തിന് രത്നം കിട്ടിയിട്ടും അത് കയ്യിൽ വയ്ക്കാനുള്ള അർഹതയില്ലാത്തതുകൊണ്ട് പ്രസേന കൊടുത്തും, അർഹതയില്ലാത്ത പ്രസേന അത് കഴുത്തോട്ട് പോയിട്ടാണ് ആളുടെ വധത്തിന് പോലും സിംഹം വന്ന് കൊല്ലാനൊക്കെ ഇടയായ കഥ ഭാഗവത്തിലെ കാണുന്നുള്ളൂ. അപ്പോൾ അനർഹമായിട്ടുള്ളത് കെട്ടിപ്പിടിച്ചാലും തട്ടിയെടുത്തിട്ടും യാതൊരു പ്രയോജനം നമുക്കുണ്ടാവുന്നില്ല. അർഹത ഭഗവാൻ തരുന്നതാണ്. അതിന് യാതൊരു ഇളക്കവുമില്ല, അതിന് യാതൊരു നാശവുമില്ല എന്നുള്ള ഒരു പ്രത്യേകത കൂടി അതിനുണ്ട്. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? ഒന്നും ആഗ്രഹിക്കാതെ തന്നെ ഭഗവാൻ സേവിക്കുക. അങ്ങനെയുള്ളവർക്ക് യുദ്ധം വിശേഷലഭ്യോ നിരവധിക ഫല. എന്ത് വേണമെങ്കിലും പരമാനന്ദ സാന്ദ്രാംഗതി എന്ന് പറഞ്ഞാൽ മുക്തിയൊക്കെയാണ്. മുക്തി വരെയുള്ള കാര്യങ്ങൾക്ക് പോലും ഭഗവാൻ വിചാരിച്ചാൽ അങ്ങനെ വന്നു ചേരുമെങ്കിൽ ശുദ്രമായിട്ടുള്ള ഏറ്റവും ചെറിയ ചെറിയ കാര്യമായിട്ടുള്ള കാര്യത്തിന് പോലും ആവശ്യപ്പെട്ട് നടക്കും. നമ്മൾ പലതും ചോദിക്കുന്നത് നമ്മൾക്ക് തരാനുള്ള അർഹത നാം അറിയുന്നില്ല. ആ അർഹതയുടെ എത്രയോ വലുതാണ് നമുക്ക് തരുന്നത്. നമ്മുടെ അർഹത പോലും നമുക്കറിയില്ല. ഭഗവാനെ വിചാരിക്കുക മാത്രമേ വേണ്ടൂ. ഭഗവാൻ നിശ്ചയിക്കുന്നതിന് അർഹത. ഇങ്ങനെ തന്നാലും അങ്ങനെ തന്നാലും ഉണ്ടാകുന്നത് എന്താണ്? അതിലാണ് നമ്മൾ നിൽക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ 10,000 അല്ലെങ്കിൽ 10 ലക്ഷം കിട്ടാൻ നമ്മൾ 1,000 2,000 ഉറുപ്പിയുടെ കാര്യമല്ല, വസ്തുതകളോ ഒക്കെ തന്നെ നമുക്ക് ലഭിക്കുന്നു. അത് ചോദിച്ച് മേടിക്കുകയെന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല. അതിനേക്കാൾ അർഹത ആർക്കറിയാം? അല്ലെങ്കിലോ അത്രയും അർഹത ഇല്ല എന്നുള്ളത് ആർക്കറിയാം? അതും ഭഗവാൻ തന്നെ അറിയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ വേണ്ടത് നമിക്കുക മാത്രമേ വേണ്ടൂ. ചോദ്യങ്ങളും ആവശ്യങ്ങളും ഫലശ്രുതികളാണ് ജനങ്ങൾക്ക് വലിയ ഇഷ്ടം. ഇന്നത് വായിച്ചാൽ ഇന്നത് രാമായണത്തിൽ പോലും ഫലശ്രുതികൾ പറയും, ഭാഗവതത്തിൽ പറയും. എന്തിനാ ഫലശ്രുതി പറഞ്ഞാൽ ഈ ആൾക്കാരെ ആകർഷിക്കണമെങ്കിൽ അതൊക്കെ വേണം. ഇന്നത് ചെയ്താൽ ഇന്നത് ഗുണം എന്ന് പറഞ്ഞാൽ ആ വഴിക്ക് വരില്ല, ഇല്ലെങ്കിൽ ആരും ഈ വഴിക്കൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷേ അത് തുടക്കത്തിനാണ്, വരാനാണ്. പിന്നെ എന്നും ആ പടിയെ തന്നെ നിന്നാൽ പോരാ. നമ്മളെ അതിലേക്ക് ആകർഷിക്കാൻ എന്ത് വേണം? ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വേണം. ഫലശ്രുതി രോചനാർത്ഥ ഫലശ്രുതി എന്ന് ഭാഗവതം തന്നെ പറഞ്ഞു. രോചനം എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുക, വിഷയങ്ങളോടും താല്പര്യങ്ങളോടും ഇതൊക്കെ കഥകളോടും. അതുപോലെ തന്നെ ഈ കഥ വായിച്ചാൽ ഇന്ന ഗുണം കിട്ടും, കുചേരവൃത്തം വായിച്ചു കഴിഞ്ഞാൽ ദാരിദ്ര്യം പോകും, ഇങ്ങനെയൊക്കെ ഓരോ ഇത് പറയുന്നുണ്ട്. രാസക്രീഡ വായിച്ചു കഴിഞ്ഞാൽ അവിടെ മനസ്സിൻ്റെ ദുഃഖങ്ങൾ പോകുമെന്ന് പറഞ്ഞാൽ ഹൃദയസ്തംഭനം വരില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ മട്ടൊക്കെ ഫലശ്രുതികളിലൂടെ നമ്മൾ അത് വായിക്കാനുള്ള പ്രേരണ വരികയും പിന്നീട് അവിടെ തന്നെ അവസാനം പറയുന്നു രോചനാർത്ഥ ഫലശ്രുതി. രാമായണത്തിലുണ്ട് ഫലശ്രുതി. അതൊക്കെ രോചനാർത്ഥമാണ്. വായിക്കാനുള്ള ഒരു ആഭിമുഖ്യം ഉണ്ടാക്കിയെടുക്കാൻ കവികൾ കണ്ടിട്ടുള്ള ഉപായങ്ങളാണ്. പണ്ട് മുതൽക്കേ അത് എല്ലാ കൃതികളിലും കാണും. ഇന്ന ഭാഗങ്ങൾ ഓരോ കഥകൾക്കും കാണും. കളിയമർദ്ദനം വായിച്ചാൽ വിഷബാധ ശമനം, അല്ലെങ്കിൽ അവതാരം കുട്ടികളുണ്ടാക്കാൻ, കൃഷ്ണാട്ടം കഥയൊക്കെ പറയുന്ന പോലെ തന്നെ വായിക്കുന്നതിനും ഒക്കെ ഈ ഫലശ്രുതി കാരണം എന്തായി? ആൾക്കാർക്ക് ഏറ്റവും പൊതുസാമാന്യം അത് വെറുതെ അല്ലോ, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഗുണമൊന്നുമില്ല. എത്ര പേരാ അത് കാരണം ഫലശ്രുതി കാരണം അങ്ങനെ, ഇല്ലെങ്കിൽ ആ വഴിക്ക് വരാത്തവർ പോലും ഫലശ്രുതി കാരണം ജനങ്ങളെ കൊണ്ട് നിറയുന്നുണ്ട് വേദികളും ഈ വക കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ലക്ഷ്യം കവിയുടെ അല്ലെങ്കിൽ ഋഷിയുടെ, ഋഷി എന്ന് പറഞ്ഞാൽ കവി ഒന്നാണ്. ഋഷി കവി എന്നൊരു വാക്യമുണ്ട്. എന്താണ്? ഋഷി അല്ലാത്തവൻ കവിയല്ല എന്നാണ്. അതീതവും അനാഗതവുമായിട്ടുള്ള കാര്യങ്ങളെ തൻ്റെ ഉൾക്കണ്ണുകളെ കൊണ്ട് കണ്ട് ജനോപകാരപ്രദമായി അവതരിപ്പിക്കുന്ന ഒരു
സർവശ്രേഷ്ഠനായിട്ടുള്ള ആളെയാണ് കവി എന്ന് പറയുന്നത്. അപ്പോൾ കവിയുടെ ലക്ഷ്യം സമൂഹത്തിൻ്റെ ഉദ്ധരണമാണ്. അപ്പോൾ അങ്ങനെയുള്ള കവികൾ ഋഷി തുല്യന്മാരാണ്. അപ്പോൾ ആ ഋഷി തുല്യന്മാരായിട്ടുള്ള ആൾക്കാരാണ് വാസ്തവത്തിൽ ഈ നമുക്ക് ആ കവികളാണ് രാമായണവും ഭാഗവതവും ഭാരതവും ഒക്കെ തന്ന് യഥാർത്ഥത്തിൽ കവി എന്ന വാക്കിന് ആദികവി എന്ന് പറഞ്ഞാൽ അതാരാ? ആദികവി ആരാ? മറ്റേ വാൽമീകി മഹർഷി തന്നെയാണ്. അപ്പോൾ ആദികവി എന്ന് പറയുമ്പോൾ ആ കവിയാണ് യഥാർത്ഥ ഋഷി. വാൽമീകി മഹർഷി കൂടിയാണ്. മഹത്ത് അർഹതി ഇതി മഹർഷി എന്നാണ്. അപ്പോൾ മഹത്വത്തെ അറിയിക്കുന്ന ആളാണ് മഹർഷി അഥവാ ഋഷി എന്ന് പറയുമ്പോൾ ആ ഋഷിയുടെ വാക്യങ്ങളെ നമ്മൾ സ്വീകരിക്കുക. അവർ പറഞ്ഞു തരുന്ന കഥകൾ, ഈ ഫലശ്രുതി അടക്കമുള്ള കാര്യങ്ങൾ ആ ഫലത്തിലൂടെ നമ്മളെ അതിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ആൾക്കാർക്ക് ഇന്നത് ചെയ്താൽ ഇന്നത് ലഭിക്കും എന്ന് പറയുമ്പോഴാണ് ചെയ്യാനുള്ള താല്പര്യം. അല്ലെങ്കിൽ പൊതുജനക്ഷേമത്തിന് വേണ്ടി ചെയ്താൽ വളരെ നന്നായിരിക്കും പറഞ്ഞാൽ ആരും അങ്ങനെ അത്രയധികം പേര് ചെയ്യില്ല. സത്യം പൊതുജനക്ഷേമത്തിൻ്റെ തന്നെയാണ് നമ്മുടെ എല്ലാ പുരാണങ്ങളും ജനങ്ങളെ ഒന്നായി കാണാനും അവരെല്ലാവർക്കും നന്മയുണ്ടാകാനും നല്ലത് വരുവാൻ നല്ലത് പറവാൻ നല്ലവരാവാൻ വരമരുളൂ അഖില ചരാചര നായകനെ എന്ന് പ്രാർത്ഥിക്കുന്നത് തന്നെ ലോകാസമസ്ത സുഖിനോ ഭവന്തു. അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. സമസ്ത രോഗങ്ങൾക്കാണ്, പക്ഷിമൃഗാദികൾക്കും വൃക്ഷലതാദികൾക്കും ലോകത്തിനെല്ലാം നന്മ മാത്രം വരട്ടെ എന്ന് വിചാരിച്ച് പ്രവർത്തിക്കുന്നുവെങ്കിൽ അതുതന്നെയാണ് നമ്മൾ ഏറ്റവും വലിയ പ്രാധാന്യം ഈ ഗ്രന്ഥങ്ങളിലൂടെയുള്ളത്. അത് തന്നെയാണ് എൻ്റെ പരസ്തുതി. അതാണ് കാരണം അഷ്ടാദശ പുരാണേഷു വ്യാസോക്തം വചനദ്വയം പരോപകാര പുണ്യായ പാപായ പരപീഡനം. 18 പുരാണങ്ങൾ വളരെ പ്രസിദ്ധമാണല്ലോ. മത്സ്യപുരാണം, മാർക്കണ്ഡേയ പുരാണം, ഭാഗവത പുരാണം, ഭവിഷ്യപുരാണം, ബ്രഹ്മപുരാണം, ബ്രഹ്മാണ്ഡ പുരാണം, ബ്രഹ്മവൈവർത്ത പുരാണം, വായുപുരാണം, വരാഹപുരാണം, വിഷ്ണുപുരാണം, അതുപോലെ തന്നെ പത്മപുരാണം, നാരദപുരാണം, ലിംഗപുരാണം, ഗരുഡപുരാണം, കൂർമ്മപുരാണം, സ്കാന്ദപുരാണം എന്നുള്ള നാരദപുരാണം മുതലായിട്ടുള്ള 10-18 പുരാണം പ്രസിദ്ധമാണ്. മഹാപുരാണം, പിന്നെയും ഉപപുരാണങ്ങളുണ്ട്, അങ്ങനെ വളരെയേറെയുണ്ട്. പക്ഷേ ഈ 18 പുരാണമാണല്ലോ പ്രസിദ്ധം. അഷ്ടാദശ പുരാണേഷു ഈ 18 പുരാണങ്ങളിൽ വ്യാസസ്യ വചനദ്വയം 2 വാക്കാണ് എല്ലാ പുരാണങ്ങളെയും ആകത്തുക. അതാണ് പരോപകാര പുണ്യായ. ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടത് പരോപകാരമാണ്. മറ്റുള്ളവർക്ക് പരോപകാരത്തിന് വേണ്ടിയിട്ടാണ് ഈ ജന്മം എന്നുള്ള വിശ്വാസത്തോടെ പ്രവൃത്തിയെടുക്കുമ്പോഴാണ് പുരാണം വായിച്ചതിൻ്റെയോ നമ്മുടെ ആധ്യാത്മിക തത്വങ്ങൾ ഉൾക്കൊള്ളുന്നതിൻ്റെയോ അല്ലെങ്കിൽ ഭാഗവതാദി സപ്താഹങ്ങൾ പങ്കുകൊള്ളുന്നതിൻ്റെയോ ഫലശ്രുതി അതും കൂടെ ആവണം. അതാണ് അവർ പറഞ്ഞു വച്ചിരിക്കുന്നത്. നമ്മൾ അങ്ങനെ ചെയ്യണം. പിന്നെ പരപീഡനം ആണ് ഏറ്റവും വലിയ പാപം. അപ്പോൾ പുണ്യപാപം എന്ന് പറഞ്ഞ് നമുക്ക് നാമെ പണിതോയി നാഗെന്ന് പറഞ്ഞ പോലെ നാം തന്നെ നാഗവും അതുപോലെ നാഗമെന്ന സ്വർഗം അതുപോലത്തെ നരകവും ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ് ഉത്തരവാദി, വേറൊരാളല്ല. അതുകൊണ്ട് എന്ത് വേണം? നമ്മുടെ പാപപുണ്യങ്ങളെ നമ്മൾ വിലയിരുത്തുന്നത് നമ്മുടെ പ്രവൃത്തികളിലൂടെയാണ്. അങ്ങനെയുള്ള ഒരു പ്രവൃത്തി എന്നുള്ളത് എല്ലാ പുരാണങ്ങളും ഫലശ്രുതി വരുമ്പോഴും ഉണ്ടാവുന്നത് ആ പ്രവർത്തനത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് ഗുണം ചെയ്യണം എന്നുള്ളത് വേണ്ടാണ്. കൃതാർത്ഥനാവുക എന്ന് പറഞ്ഞാൽ കൃതകൃത്യനാവുക. ചെയ്ത പ്രവൃത്തികൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെയാണ് കൃതകൃത്യത എന്ന് പറയുന്നത്. അതുകൊണ്ട് കൃതകൃത്യത നമ്മൾ ചെയ്തു കഴിയുമ്പോൾ അത് വളരെ ഫലവത്തായി മനസ്സിന് സമാധാനം കിട്ടുന്നു. അല്ലെങ്കിൽ അതാണ് ചെയ്യേണ്ടത് ചെയ്തു എന്ന് സ്വയം ബോധിപ്പിക്കണം. ജനങ്ങളെല്ലാം അയാൾ ചെയ്തു പറഞ്ഞിട്ട് കാര്യമില്ല. സ്വയമാണ് എല്ലാം വേണ്ടത്. ആത്മസംതൃപ്തിയും ആത്മസന്തുഷ്ടിയുമാണ് ഏറ്റവും പ്രധാനമായിട്ട്. രാമായണത്തിലെ കഥകളിലും പറയുന്ന എല്ലാവരും അവൻ ആത്മസ്വരൂപനായിട്ടുള്ള ഭഗവാൻ മനുഷ്യ അവതാരത്തിലൂടെ വൈവിധ്യങ്ങളായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളെയും ദുഃഖങ്ങളെയും നേരിട്ടുകൊണ്ട് അതിന് മറികടന്നുകൊണ്ട് വീണ്ടും രാജ്യത്തിലേക്ക് തിരിച്ചു വരുന്നതാണല്ലോ രാമായണം. ഇപ്പോൾ രാമരാജ്യം എന്ന് പറഞ്ഞത് തന്നെ എന്താണ്? ലോകത്തിലെ രാമനുള്ള വാക്ക് തന്നെ രമയതി ഇതി രാമഃ, രമിപ്പിക്കുന്നവൻ, സന്തോഷിപ്പിക്കുന്നവൻ എന്നാണ് രാമൻ എന്ന വാക്കിലൂടെ തന്നെ വാക്കിൻ്റെ തന്നെ അർത്ഥം. അപ്പോൾ ആ രാമൻ്റെ പ്രവർത്തനം എന്താണെന്ന് പറഞ്ഞാൽ രമിപ്പിക്കുകയാണ്. ആ രാമൻ്റെ രാജ്യഭരണവും എങ്ങനെയായിരുന്നു? ത്രേതായാം വർത്തമാനായാം കാലഹ കൃതസമാവിവ. കൃതയുഗം, അതുപോലെ തന്നെ ത്രേതായുഗം,
അത് കഴിഞ്ഞ് ദ്വാപരയുഗം, ഇപ്പോൾ കലിയുഗം, ഇങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത്. അത് വീണ്ടും ആവർത്തിക്കാം. അതോടെ കഴിയുന്നതിൽ 71 ആവർത്തിക്കും. മന്വന്തരങ്ങൾ, അങ്ങനെയുള്ള മന്വന്തരങ്ങൾ 14 ആവർത്തിക്കുമ്പോൾ ഒരു കൽപ്പമാവും, കൽപ്പങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ കാലഘട്ടങ്ങൾ ഒരുപാടുണ്ട്. ഈ ആവർത്തനത്തിലൂടെ വരുന്ന ഈ കാലഘട്ടത്തിൽ ഒക്കെ തന്നെ ഓരോ യുഗത്തിലും യുഗധർമ്മമനുസരിച്ച് ഗുണദോഷങ്ങളുമുണ്ട്. ആദ്യത്തെ കൃതയുഗം അഥവാ സത്യയുഗത്തിൽ എല്ലാവരും നന്മ ചെയ്യുന്നവരായിരുന്നു, മത്സരമില്ലാത്തവരായിരുന്നു. എല്ലാവരെയും ഒരേപോലെ കണ്ടുകൊണ്ട് അന്ന് ധർമ്മം പൂർണ്ണമായിരുന്നു. അന്ന് യാതൊരു തരത്തിലുള്ള മത്സരങ്ങളില്ലായിരുന്നു. നിർമത്സരാണാം സദാം വേദ്യം, നിർമത്സര ബുദ്ധികളായിട്ടുള്ള സത്തുക്കളുടെ മനസ്സിലാണ് ഭഗവത് സ്വരൂപം ഏറ്റവും വേദ്യമായിരിക്കുക. അമത്സര ഹൃസ്വബാന്ധം എന്ന് നാരായണീയവും പറയും. മത്സരമില്ലാത്തവരുടെ ഹൃദയത്തിലാണ് ഭഗവാന്റെ സ്വരൂപം വിളങ്ങുന്നത്. അപ്പോൾ മത്സരം എന്നുള്ളത് എന്നും മത്സരത്തിൻ്റെ ലോകമാണ്. പക്ഷേ മത്സരത്തിൻ്റെ അപ്പുറത്തുള്ള ലോകത്തേക്ക് നീങ്ങാനാണ് പുരാണങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഭഗവാനെ കാണണമെങ്കിൽ മത്സരാദികൾ വെടിഞ്ഞ് ഭഗവത് സ്വരൂപത്തിൽ മാത്രം മനസ്സ് കൊടുക്കാം. ലോകത്തിൽ എന്ത് വന്നാലും നമുക്ക് ബാധകമല്ല. നിന്ദന്തു നീതി ദിവിണ യതിവാ സ്തുവന്തു ലക്ഷ്മി സമാവശ്യതു ഗച്ഛതു വാ യഥേഷ്ടം അദൈവ വാ മരണമസ്തു യുഗാന്തരേവാ ന്യായാൽപഥ പ്രവിചരന്തി പദം ന ധീര എന്ന് പറഞ്ഞതും അവിടെ നിന്ദന്തു ഒരാളുടെ പ്രവൃത്തി, അപ്പോൾ അത് ഈശ്വരോപാസന ആയിക്കോട്ടെ, അല്ലെങ്കിൽ അയാൾ മറ്റെന്തെങ്കിലും രാജകാര്യങ്ങളായിക്കോട്ടെ, ഭരണകാര്യങ്ങളായിക്കോട്ടെ, പൊതുപ്രവർത്തനമോ വ്യക്തിപരമായ പ്രവർത്തനമായിക്കോട്ടെ, ആ പ്രവൃത്തിയെ ആൾക്കാരെന്ത് പറയുന്നു, ഒരാളുടെ പ്രവൃത്തി കണ്ടിട്ട് വളരെ മോശമായി ചെയ്തത് എന്ന് പറയുമ്പോൾ നിന്ദന്തു, അവർക്ക് മനസ്സ് വിഷമമുണ്ടാവാം. യതിവാ സ്തുവന്തു, ചിലപ്പോൾ ഗംഭീരമായിട്ടോ തൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ സന്തോഷമുണ്ടാകും. ഇത് രണ്ടും ബാധിക്കാത്തവരാണ് ധീരന്മാർ. അവർക്കിത് ബാധിക്കുന്നില്ല. സ്തുതിച്ചാലും വിരോധമില്ല, ജയ പറഞ്ഞാലും വിരോധമില്ല, ആക്ഷേപിച്ചാലും വിരോധമില്ല. അതിനെ ഏക മനസ്സോടെ സ്വീകരിക്കുക എന്നുള്ളത് സ്ഥിതപ്രജ്ഞന്മാരുടെ ധീരൻ്റെ ലക്ഷണമാണ് അവിടെ പറയുന്നത്. യതിവാ സുവന്തു, അതുപോലെ അതേവാ മരണവസ്തു യുഗാന്തരേവ, എന്തെങ്കിലും പ്രവൃത്തിയുടെ പേരിൽ മരണഭയം പോലും അവരെ ബാധിക്കുന്നില്ല. ഇപ്പോൾ അടുത്ത കാലത്ത് മരിച്ചാലും യുഗാന്തരങ്ങൾ കഴിഞ്ഞാലും വിരോധമില്ല. ലക്ഷ്മി സമാവശ്യതു, ലക്ഷ്മി എന്ന് പറയുന്നത് സമ്പത്താണ്. സമ്പത്ത് ധാരാളം വന്നോട്ടെ, അപ്പോൾ വലിയ സന്തോഷം. എല്ലാം നഷ്ടപ്പെടുമ്പോൾ സങ്കടം, അതുമില്ല. സമാവശ്യതു ഗച്ഛതുവ യഥേഷ്ടം, വന്നാലും പോയാലും യാതൊരു തരത്തിലും ആളുടെ മനസ്സിനെയോ ഒന്നിന് പ്രവൃത്തികളെയോ ബാധിക്കുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് ന്യായാൽപദ, ന്യായത്തിൻ്റെ പദത്തിൽ നിന്ന് ന പ്രവിചലന്തി ധീരാഹ, ധീരന്മാർ അല്പം പോലും മാറുന്നില്ല. മലയിളകിയാലും മഹാന്മാരുടെ മനസ്സിളകുകയില്ല എന്ന് പറയുന്നത് അത്രമാത്രം. മറ്റൊരു ഉദാഹരണം പറഞ്ഞ ഉദയതി സവിതാ താമര താമരേവാസ്തമേതിജ സമ്പത്തൗജ വിപത്തൗജ മഹതാം ഏകരൂപത. മഹത്തുകൾക്ക് ഉദയവും അസ്തവനും ഒരുപോലെയാണ്. എന്ന് വെച്ചാൽ സൂര്യൻ ഉദിക്കുമ്പോൾ കാണുന്ന ആ ചുവപ്പ് നിറം, അതുപോലെ തന്നെ അസ്തമിക്കുമ്പോഴും ചുവപ്പ് നിറം. സൂര്യൻ കത്തിജ്വലിച്ച് അസ്തമിക്കുമ്പോഴും നിറവ്യത്യാസമില്ല എന്നതുപോലെ ലോകത്തിൽ വരുന്ന ദ്വന്ദ്വങ്ങളെ, ശീതോഷ്ണങ്ങളെ, രാത്രി പകലുകളെ, കയറ്റിറക്കങ്ങളെ, എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളും സന്തോഷങ്ങളും ഒരേപോലെ കണ്ട് നടക്കുന്ന ആൾക്കാരാണ് ധീരന്മാർ എന്ന് പറയുന്നത്. അപ്പം ആ ധൈര്യമാണ്, ധീരതയാണ് വാസ്തവത്തിൽ നമ്മുടെ ഈ രാമായണാദി കഥകളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന മുഖമുദ്രയായിരിക്കുന്ന ധൈര്യമാണ്. ആ ധൈര്യം ഉണ്ടാക്കുന്നത് മറ്റെല്ലാറ്റിനേക്കാൾ വലുതാണ്. അത് ആത്മീയ ശക്തി ഉണർത്തലിലൂടെ ആത്മബോധവും അത്യധികമായ ഉണർവും ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. പ്രാപ്യ വരാൻ നിബോധാവുന്ന വരൻ വരന്മാരാണ് ശ്രേഷ്ഠരാണ് വാൽമീകി പോലുള്ള ആചാര്യന്മാർ, വ്യാസനെ പോലുള്ള ആചാര്യന്മാർ. അപ്പോൾ അവർ പറഞ്ഞു തന്ന കഥകളിലൂടെ നമ്മൾ പോകുമ്പോൾ കാലത്തെ അതിവർത്തിക്കുന്നു. ഇപ്പോഴതിനെ നല്ലതും ചീത്തയൊക്കെ പറയും. ഏത് കാലത്തും ചർച്ചയുണ്ടാവുന്നത് തന്നെ അതിൻ്റെ വലിപ്പം കൊണ്ടാണ്. എത്ര ആൾക്കാർ എന്തെല്ലാം എഴുതിയിട്ട് ആരെങ്കിലും ചർച്ച ചെയ്യണം, നല്ലതും പറയുന്നില്ല ചീത്തയും, അതൊക്കെ ചവിറ്റുകൊട്ടെ വിളിച്ച് കളഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും കുറേ ആൾക്കാർ ഇങ്ങനെയല്ല, രാമായണത്തിൽ അത് പറഞ്ഞില്ലേ, ഇത് പറഞ്ഞില്ലേ, ബാലിയെ അമ്പെയ്ത് പോയി എന്നല്ല, ഒളിയമ്പെയ്തില്ല, ഇങ്ങനെയൊക്കെ സീതയെ ഉപേക്ഷിച്ച് ശരിയാണോ, അല്ലെങ്കിൽ ഊർമിളയല്ലേ വാസ്തവത്തിൽ നായികയാവേണ്ടത്, ഇത്രയും ത്യാഗം സഹിച്ച് ഒരു കാര്യം ഒന്നല്ലെങ്കിലും രാമനെ കാട്ടിൽ പോകാൻ ദശരഥൻ പറഞ്ഞു, ലക്ഷ്മണനെ പോകാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ എന്താണ് ഇങ്ങനെ? വാസ്തവത്തിൽ നമുക്ക് നായിക ആരാണെന്ന് ചോദിച്ചാൽ അത്
ഊർമിളയാണ് ലക്ഷ്മണൻ്റെ ഭാര്യ എന്നൊക്കെ ആൾക്കാർ പറയും. പാവം മറ്റേ ഇവർക്ക് വാൽമീകിക്ക് ഇതൊന്നും അറിയാണ്ടാവും, ഇവരെ ഉപ്പുണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്തേനെ എന്നതിനൊക്കെ പറയാനുള്ളൂ. കാരണം അതൊക്കെ കവിയുടെ മർമ്മജ്ഞതയാണ്. ആ മർമ്മജ്ഞതയാണ് ഇന്നും ജനങ്ങളിലൂടെ നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ എന്നോ വേണ്ട വെച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇന്നും അത് നിലനിൽക്കണമെങ്കിൽ കവിയുടെ മനസ്സിൽ ഒരുപാട് കൽപ്പനാ നിപുണ കവി എന്ന് പറഞ്ഞല്ലോ, കാൽപ്പനികതയുടെ നിപുണനാണ് ആ കവി. അപാരെ കാവ്യ സംസാരെ കവിരേവ പ്രജാപതി എന്ന് വെച്ചാൽ അപാരമായിട്ട് കാവ്യ സംസാരം ലോകം മുഴുവൻ നിറഞ്ഞ് കിടക്കണം. അതിൽ പ്രജാപതിയായിട്ട് മഹാരാജാവായിട്ട് വിരാജിക്കുന്നത് കവി തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനോമുഖത്തിലുണ്ടാകുന്ന വിശാലമായിട്ടുള്ള ആശയ സങ്കല്പങ്ങളെ അക്ഷരങ്ങളുടെ മൂർത്തഭാവങ്ങളിലൂടെ നമ്മുടെ മുന്നിൽ വയ്ക്കുമ്പോൾ അത് ലോകോത്തരമാവണമെങ്കിൽ, കാലാതീതമായി വളർന്നു കഴിയണമെങ്കിൽ അതിൻ്റെ ഓരോ വരികൾക്കും അതിൻ്റേതായ ശക്തിയും അർത്ഥങ്ങളും ഉണ്ട്. അതിനെ ചർച്ചകളിലൂടെ വികലമാക്കാൻ സാധിച്ചാൽ നോക്കിയാൽ നടക്കുന്നതല്ല എന്നാണ് രാമായണം ഇപ്പോഴും തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. വേറെ ചർച്ചകളിൻ്റെ പാട്ട് നടന്നോട്ടെ, രാമായണം കാലങ്ങൾ കടന്നു നിൽക്കും. അതാണല്ലോ യാവത്സ്ഥാസന്ധി എന്നുള്ള കവി തന്നെ പറഞ്ഞത്. ഏതുവരെ ഈ യാവത്സ്ഥാസന്ധികരേഹ സരിതശ്ച മഹീവതേ താവൽ രാമായണ കഥ ലോകേഷ് പ്രചരിഷ്യ എന്ന് പറഞ്ഞത് തന്നെ ഈ സരിത്തുക്കളും, അതായത് നദികളും പർവ്വതങ്ങളും ഒക്കെ തന്നെ, അഥവാ സുരേന്ദ്രന്മാർ തന്നെ ഈ ഭൂമിയിലുള്ളിടത്തോളം കാലം ജനഹൃദയങ്ങളിൽ അന്നും നിലനിൽക്കും. ഇപ്പോഴും ഉള്ളതല്ല, ഇതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്. കിളിപ്പാട്ടിലൂടെ കേരളത്തിൽ 400ഓളം വർഷമേ മലയാളത്തിലായില്ലെങ്കിലും വാൽമീകി രാമായണ കഥയും രാമായണം കഥയും അത് സംബന്ധിച്ചുള്ള കൂത്ത്, കൂടിയാട്ടം മുതലായിട്ടുള്ള കല ഇതൊക്കെ പണ്ട് തന്നെയുണ്ട്. വളരെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആശ്ചര്യ ചൂടാമണി എന്നുള്ള ശക്തിഭദ്രൻ്റെ നാടകമുണ്ട്. വളരെ ഏറ്റവും പഴക്കമുള്ള നാടകമാണ് ആശ്ചര്യ ചൂടാമണി എന്നുള്ളത്. ഈ ചൂടാമണി രത്നത്തെക്കുറിച്ച് പറയുന്ന ശക്തിഭദ്രൻ എന്ന കവിയുടെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പിൽക്കാലത്തുള്ള കവികൾക്ക് രാമായണത്തെയൊക്കെ ആശ്രയിച്ച് ആയിരക്കണക്കിന് കലാരൂപങ്ങളുണ്ടായിട്ടുണ്ട്, ആയിരക്കണക്കിന് കൃതികളുണ്ടായിട്ടുണ്ട്. അതിൻ്റെ പ്രതിമാ നാടകം മുതലായിട്ടുള്ള നാടകങ്ങൾ, ഭാസ നാടക ചക്രം വലിയൊരു കവിയായിരുന്നു കാളിദാസനെ പോലെ. അതുപോലെ കാളിദാസൻ്റെ കാര്യം പറയാനില്ലല്ലോ, രഘുവംശം തന്നെ അദ്ദേഹം പഞ്ചമഹാവിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാവ്യമാണ് രഘുവംശ മഹാകാവ്യം. ആ രഘുവംശ മഹാകാവ്യത്തിലാണ് രഘുവംശരാജാക്കൻ പറഞ്ഞാൽ അജൻ, ദിലീപൻ, അതുപോലെ തന്നെ രഘു, അങ്ങനെ അന്ന് വരുന്ന ആ ഒരു തലമുറയുണ്ട്. ആ തലമുറയിൽപ്പെട്ട ആളുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠനായതുകൊണ്ടാണ് രഘുവംശം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ദാനത്തിന് ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള രാജാവായിരുന്നു. അപ്പോൾ ആ രഘുവംശത്തിലെ രാജാക്കന്മാരുടെ കഥയെക്കുറിച്ച്, രഘുവംശത്തെക്കുറിച്ച് തന്നെ പേര് തന്നെ കൊടുക്കുക, ശ്രീരാമവംശം എന്ന് പറയാതെ രഘുവംശം തന്നെ കാളിദാസൻ കൊടുക്കാൻ കാരണം രഘു എന്ന മഹാരാജാവിൻ്റെ ഉദാരത, എന്തും പശുവിന് വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ തയ്യാറാൾ, ലോകം കൊടുക്കാൻ തയ്യാറാൾ, ഇങ്ങനെയുള്ള ഉദാരത കൊണ്ട് വംശത്തിൻ്റെ അധിപതിയുടെ പേര് തന്നെ രഘുവംശം എന്ന് വരാനുള്ള കാരണം പോലും അതാണ്. ആ രഘുവംശ രാജാക്കന്മാരെ കുറിച്ച് കവി പറയുന്നത് ആധാരം ഹി പ്രധാനായ ജലം വാരിമുജാം ഇവ. അവിടെ നമ്മൾ ആദാനം പ്രധാനായ, ആദാനം എടുക്കുക, അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി എങ്ങനെയെന്ന് വെച്ചാൽ ഈ നികുതി മുതലായതൊക്കെ രാജാക്കന്മാർ പിരിക്കുന്നുണ്ട് ജനങ്ങളിൽ നിന്ന്. ജനങ്ങൾക്ക് പൗരത്വ ബോധം ഉണ്ടാക്കി കൊടുക്കുവാനാണ്. അവർ ഈ നാട്ടിലുള്ള ആൾക്കാരാണ്. നികുതി കൊടുക്കുമ്പോൾ നമ്മൾ നികുതി സ്ഥലത്തിന് ചിലപ്പോൾ വളരെ 8 10 ഒക്കെ റുപ്യ ഉണ്ടെങ്കിലും ആ നികുതി അടച്ചു കഴിഞ്ഞാൽ, ആ വില്ലേജ് ഓഫീസ് അടച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്ഥലത്തിന് തെളിവ് അത് തന്നെയാണ് പ്രധാനം. എത്ര രൂപ എന്നുള്ളതല്ല, ആ നികുതി അടയ്ക്കുന്ന ആരുടെ പേരിലാണോ ആളുടെ പേരിലാണ് വസ്തു. അതുപോലെ തന്നെയാണ് ഓരോ പൗരന്മാരും ഓരോ നികുതി കൊടുക്കേണ്ടതുണ്ട്. വളരെ ചെറിയ തോതിൽ മാത്രം അവരിന്ന് നികുതി മേടിക്കുക എന്നുള്ളതാണ് രഘുവംശ രാജാക്കന്മാർ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അവർക്ക് അതിൻ്റെ എത്രയോ ഇരട്ടി തിരിച്ചു കൊടുക്കുക എന്നാണ് അവർ ചെയ്തത്. കാരണം എന്താണ്, അവരുടെ ഭരിച്ചിരുന്നത് ത്യാഗസന്നദ്ധതയാണ്. അവർക്ക് പ്രജാക്ഷേമ തൽപരരായിരുന്നു. പുത്രന്മാരെ പോലെ തന്നെ പ്രജകളെ നോക്കാൻ കഴിവുള്ള ആളായിരുന്നു. അതുകൊണ്ട് രഘുവംശ രാജാക്കന്മാർ എന്ത് ചെയ്തു, അവർ ത്യാഗത്തിലൂടെ, അവർ ഭരണം ലഭിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ അവർ വാദിച്ചത്, ത്യാഗത്തിന് വേണ്ടിയില്ലേ. ഞാൻ വേണ്ട, ജ്യേഷ്ഠനാണ് വേണ്ടത്, ഭരതനാണ് വേണ്ടത് എന്ന് പരസ്പരം പറഞ്ഞ ഉടൻ രാജ്യം പിടിച്ചടക്കാനില്ല, രാജ്യം എനിക്ക് വേണ്ട, അങ്ങ് എടുത്തോളൂ എന്ന് പറയാനും ആ ഒരു മനോഭാവം വരുമ്പോഴാണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുക. കാരണം സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അധികാരങ്ങൾ എന്ന് വിചാരിക്കുമ്പോൾ അത് സ്വാർത്ഥതയാവും, മനുഷ്യർക്ക് അത് യാതൊരു ഗുണവും ഉണ്ടാവില്ല, നികുതി കൊടുത്ത് മാത്രം ബാക്കിയാവും. ഇത് ജലം വാരിമുജാം. നമുക്കറിയാം
ജലം ഇപ്പോൾ മഴ പെയ്യുന്നത് സയൻസിൽ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, ജലാശയങ്ങളിൽ നിന്നും പച്ചിലകളിൽ നിന്നും ഒക്കെ ഈ വെള്ളം നീരാവിയായിട്ട് മുകളിലേക്ക് പോകുന്നതിൻ്റെ വാസ്തവമാണത്. പക്ഷേ ആ നീരാവി പോകണം നമ്മളാരും കാണണ്ടോ, ഉണ്ടെന്ന് സയൻസ് പഠിച്ചുകൊണ്ടും അതാണ് യാഥാർത്ഥ്യം, നമുക്കറിയാം. ഇതൊക്കെ തന്നെയാണ് മുകളിലേക്ക് പോയിട്ട് വലിയ മഴയായിട്ട് വരുമ്പോൾ നമ്മൾ അറിയേണ്ടത് മേലെ വർഷിക്കുമ്പോൾ തുള്ളികളായിട്ട് നമ്മളത് അനുഭവവേദ്യമാണ്. മഴ പെയ്യുന്നു എന്നുള്ളത് കാണാൻ കഴിയുന്നത് തന്നെയാണ്, നീരാവി പോകുന്നത് കാണുന്നുമില്ല. ഇതേപോലെ അല്പമാത്രം ജനങ്ങളിൽ നിന്ന് ചെറിയ ചെറിയ തോതിൽ കുറച്ച് മാത്രം അവരുടെ നികുതി പണം എടുക്കുകയും അവർക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് ആ രാമരാജ്യം എന്നൊക്കെ പറഞ്ഞുള്ള പേര് തന്നെ വരാൻ കാരണം. അവിടെ കുറച്ച് സ്വീകരിക്കുകയും ഒരുപാട് കൊടുക്കുകയും ചെയ്തുകൊണ്ട് ത്രേതായാം വർത്തമാനായാം കാലഹ കൃതയുഗായുഗ എന്ന് പറയാൻ തന്നെ കാരണം കൃതയുഗത്തിലുള്ള പോലെ ഹൃദയത്തിൽ സമത്വമായിരുന്നു. ആ സമത്വം ധർമ്മത്തിന് അല്പം ലോപം സംഭവിച്ച ത്രേതായുഗത്തിൽ പോലും അത് കാണാതെ സർവ സമത്വവും ഉൾക്കൊണ്ട് എല്ലാവർക്കും നന്മ അരുളിക്കൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ച് യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തെ രാജാവാകുന്നത് പ്രജകൾക്ക് വേണ്ടിയിട്ടാണ് രാജ്യത്തിൻ്റെ ഭരണം എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിച്ച ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ ഭരണവൈശിഷ്ട്യത്തെ ഏറ്റവും ഭംഗിയായിട്ട് തന്നെയാണ് കാളിദാസൻ രഘുവംശത്തിൽ അവതരിപ്പിച്ചത്. ഇങ്ങനെ ജലം വർഷിക്കുന്നത് പോലെ ജനങ്ങൾക്ക് നന്മകൾ വർഷിക്കുക, അതിന് തയ്യാറാവുക, അതായിരിക്കണം ഒരു ഭരണാധികാരിയുടെ ഭരണം. ഏറ്റത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ മുഴുവൻ ഭേദമില്ലാതെ തൻ്റെ ആൾക്കാരെന്നത് ഇല്ല, എല്ലാവരും തൻ്റെ ആൾക്കാർ മാത്രമാണ്. അപ്പോൾ മിക്കവാറും ഇപ്പോഴൊക്കെ രാജാവിൻ്റെ ആൾക്കാർ മറ്റന്നെ ആൾക്കാരുടെ പെരുമാറ്റം അന്നും ഉണ്ട്. പക്ഷെ അതില്ലാതെ പെരുമാറാൻ കഴിഞ്ഞ ഏക ചക്രവർത്തി ശ്രീരാമചന്ദ്ര പ്രഭുവാണ്. അതുകൊണ്ടാണ് ആ വാക്കിന് ഇത്രയേറെ പ്രസക്തി ഉണ്ടായത്. രാമരാജ്യം എന്നുള്ള വാക്കൊക്കെ ഇപ്പോഴും പറയാനുള്ള കാരണം അതാണ്. അല്ലാതെ വേറെ എന്തെങ്കിലും അതിൽ അർത്ഥങ്ങളില്ല. നന്മയുടെയും ഏകത്വത്തിൻ്റെയും സമഭാവനയുടെയും പുത്രവാത്സല്യത്തോടെ പ്രജാക്ഷേമതപ്പനായിരിക്കുകയും ചെയ്യുന്ന ഒരു ഭരണ സംവിധാനം നമുക്കിപ്പോൾ സങ്കല്പിക്കാൻ കഴിയില്ല. എങ്കിലും ആ സങ്കല്പത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിൽ വിചാരിച്ച ഒരു ഭരണപദ്ധതി, വലിയ ഗ്രേറ്റ് പൊളിറ്റിക്സാണ്. അത് രാഷ്ട്രീയമാണ് മുഴുവൻ. രാഷ്ട്രത്തിൽ രാമായണം. രാജഭരണം എല്ലാവർക്കും പടവെട്ടലും യുദ്ധങ്ങൾ ചെയ്യും, തിന്മയ്ക്കെതിരെ ജയിക്കലൊക്കെ. ഈ കഥ ഭാരതത്തിലുള്ള പോലെ തന്നെ ഇവിടെയുണ്ട്. യുദ്ധവും ഈ പറഞ്ഞ പോലെ രാഷ്ട്ര മീമാംസ എന്ന് പറയുക, രാഷ്ട്രതന്ത്രമാണ്. രാഷ്ട്രീയം നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ കുറച്ചുകൂടെ അത്ര ശ്രേഷ്ഠമല്ലാത്ത അർത്ഥത്തിൽ പോലും എത്തും. പക്ഷേ രാഷ്ട്രീയം ദീർഘം വേണ്ട, രാഷ്ട്രീയം എന്ന സംസ്കൃതത്തിലെ വാക്കുള്ളൂ. രാഷ്ട്രീയം എന്ന് വേണ്ട, വാർഷികം എന്ന് വേണ്ട, വാർഷികം എന്നേ വേണ്ട. ചില ആൾക്കാർ 30-ാം വാർഷികം എന്നൊക്കെ പറയുന്നല്ലോ, അങ്ങനെ വാർഷികം വേണ്ട, വാർഷികം, വർഷത്തെ. അതുപോലെ അങ്ങനെയുള്ള കുറേ വാക്കുകൾ അങ്ങനെ പറയാറുണ്ട്. ശശിധരനെ പോലും ചിലർ ശശിധരൻ എന്ന് പറയാറുണ്ട്. ശശിധരനൊന്നുമില്ല, ശശിധരനേ ഉള്ളൂ. അപ്പോൾ ഈ മട്ട് നമ്മൾ പറയുമ്പോൾ ഇവിടെ രാഷ്ട്രീയമാണ്, രാഷ്ട്ര മീമാംസയാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. രാഷ്ട്രതന്ത്രം എന്ന് മറ്റൊരു വാക്കുണ്ട്. അർത്ഥശാസ്ത്രമൊക്കെ 18 വിദ്യകളിൽ പറഞ്ഞ ഒന്നാണ് അർത്ഥശാസ്ത്രവും. അർത്ഥശാസ്ത്രം രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ധനം ഉണ്ടാക്കുക എന്നുള്ളത് ആവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി രാജ്യത്തെ നികുതി വിരിക്കുകയും ഒരുപക്ഷെ മറ്റ് അയൽരാജ്യന്മാരൊക്കെ ഏറ്റുമുട്ടലും ധനം സമ്പാദിക്കലും ഒക്കെ അതിൻ്റെ വഴികളായിട്ട് അർത്ഥശാസ്ത്രം പറഞ്ഞാണ്. അർത്ഥമില്ലെങ്കിൽ ധനമർജയ കാകുൽസ്ഥ ധനമൂലമിതം ജഗൽ അന്തരം നൈവ പശ്യാമി നിർധനസ്യ മൃതസ്യ ച എന്ന് വസിഷ്ഠൻ തന്നെ ആദ്യം തന്നെ ശ്രീരാമചന്ദ്ര പ്രഭുവിനോട് പറയുന്നത് ധനമർജയ കാകുസ്ഥ ശ്രേഷ്ഠനായിട്ടുള്ള ഈ വംശത്തിൻ്റെ നായകനായിട്ടുള്ള ശ്രീരാമചന്ദ്ര പ്രഭു അങ്ങ് എന്ത് ചെയ്യണം? ധനം അർജയ. കാരണം രാജ്യത്തിന് വേണ്ടി കുറേ കാശുണ്ടാക്കാന്നല്ല, രാജ്യത്തെ ഭരിക്കാൻ നേർവഴിക്ക് കൊണ്ടുപോകാൻ, പ്രശ്നങ്ങളിൽ നിന്ന് മറികടക്കാൻ അവിടെ ധനം ആവശ്യമുണ്ട്. ധനമൂലമിതഞ്ചകൾ, ഈ ലോകം തന്നെ വാസ്തവത്തിൽ ആ ധനത്തിൻ്റെ അടിത്തറയിൽ പടുത്തുയർത്തപ്പെട്ടതാണ്. അതുകൊണ്ട് ലോകം തന്നെ അങ്ങനെയാണ്. അതുകൊണ്ട് ധനമൂലം അന്തരം നൈവ പശ്യാമി നിർദ്ദേശിച്ച മരിച്ചവനും നിർദ്ധനും തമ്മിൽ വ്യത്യാസമില്ല എന്നൊക്കെ പറയുന്നതിന് കാരണം ലോകത്തിന് വ്യക്തികൾക്ക് മാത്രമല്ല, രാഷ്ട്രത്തിനായാലും കുടുംബത്തിനായാലും എല്ലാവർക്കും എന്ത് വേണം? അവിടെ അർത്ഥവും ആവശ്യമുണ്ട്. അത് ധർമ്മത്തിൻ്റെ അടിത്തറ, ധർമാർത്ഥ കാമമോക്ഷം എന്നാണല്ലോ പറയുന്നത്. ആ അർത്ഥം നേടുന്നത് എന്ത് ചെയ്തും എന്ത് കൊള്ളരുതായും ചെയ്യും ധനമുണ്ടാക്കുക എന്നുള്ളതല്ല,
ധർമ്മപ്രവൃത്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ള അർത്ഥമുണ്ടാക്കുന്നത് രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണത്തിന് വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ധാർമ്മികമായിട്ട് ഏറ്റവും ആദ്യത്തെ ചുവട് ധർമ്മം തന്നെയാണ്. ധൃഞ്ഞധാരണ എന്ന വാക്കുന്നാണ് ധർമ്മമുണ്ടാകുന്നത്. അതായത് നമ്മളെ താങ്ങി നിർത്തുന്നത് എന്തോ അധപ്പതിക്കാതെ നമ്മളെ ഈ ജീവിതത്തെ താങ്ങിക്കുന്ന ഒരു കാര്യത്തെയാണ് ധർമ്മം എന്നത് നമ്മുടെ പ്രവൃത്തിയാണ്. അപ്പോൾ അതിലധിഷ്ഠിതമായി ധനവും അർത്ഥമാം, അതുപോലെ കാമം ഇഷ്ടങ്ങൾ നടത്താം. മോക്ഷത്തേക്ക് എത്തുന്നതും ഈ അടിത്തറയിൽ മാത്രമാണ്. സർവവർഗ പുരുഷാർത്ഥം എന്ന് പറയുന്നത് ധർമ്മം അർത്ഥം കാമം മോക്ഷമാണല്ലോ. അപ്പോൾ അതിൽ അർത്ഥസമ്പാദനവും ധാർമ്മികമായ അടിത്തറകളെ മുന്നിട്ട് വേണം എന്ന് നമ്മളെ പല വട്ടം ഓർപ്പിക്കുന്നതാണ് ഈ രാമായണ ഭാരത ഭാഗവതാദി കഥകളൊക്കെ തന്നെ. അപ്പോൾ ഇവിടെ ഈ ഭാഗത്തും നമുക്ക് പറഞ്ഞു തന്നത് ഈ രാവണനും അയാളുടെ കൂടെയുള്ള ആൾക്കാരുടെ കുത്സിത പ്രവൃത്തികളും മായാപ്രവൃത്തികളും അതിനെല്ലാം ഇപ്പോൾ വിവേഷൻ്റെ രൂപത്തിൽ അവരുടെ കൂടെ തന്നെയുള്ള അതിൻ്റെ കാരണം പറഞ്ഞു കൊടുത്ത് മുന്നോട്ട് കയറാനുള്ള ഒരു ആളായി നിന്നതും ഇവരുടെ രാമാദികളുടെ അചഞ്ചലമായിട്ടുള്ള ധാർമ്മിക മൂല്യത്തിൻ്റെ പരിണിതഫലമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളാണ്. അപ്പോൾ ജീവിതത്തിലും നമുക്ക് തീർച്ചയായിട്ടും ആ ജഗദംബികയെ അല്ലെങ്കിൽ ജഗദീശ്വരനെ ആശ്രയിക്കുന്ന ആൾക്ക് പ്രശ്നജടലമെങ്കിലും അതിൽ മറികടക്കാനുള്ള വഴികൾ ഏതെങ്കിലും രൂപത്തിൽ അവിടെ ഉണ്ടായിത്തീരും എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യണം. പ്രശ്നമില്ലാത്തവരില്ലല്ലോ. പ്രശ്നം ലോകത്തിലുണ്ട്. സുഖം എന്ന് പറഞ്ഞാൽ ദുഃഖം ഉണ്ടാവുമല്ലോ, ദോഷത്തിന് അതിന് വിഷമമുണ്ടാവും. പക്ഷേ ഈ വിഷമങ്ങളെ അറിയാതെ മറികടക്കാൻ എന്താണ് വേണ്ടത്? ആ ഭഗവത് പാദത്തെ, ഭഗവാന്റെ ചിന്തകൾ എപ്പോഴും കൊണ്ടു നടക്കുമ്പോൾ, ഭഗവാനെ മാത്രം വിചാരിക്കുമ്പോൾ, ജഗദംബയെ വിചാരിക്കുമ്പോൾ നമുക്ക് മറ്റ് വിഷമങ്ങൾ അറിയുന്നില്ല. ആ വിചാരവും മനസ്സിൽ ചിന്തകളും ഒക്കെ ഭഗവത് കാര്യങ്ങളാണ്. വല്ലായ്മയേറുന്ന ജീവിതയാത്രയിൽ ഉല്ലാസമെപ്പോഴുമേകിടേണേ, ഉല്ലാസമെപ്പോഴുമേകുവാനായിട്ടൻ ചിത്തത്തിൽ വാഴണേ ദേവി നിത്യം. അപ്പോൾ വല്ലായ്മ, ഇല്ലായ്മ, ബുദ്ധിമുട്ട് ഇതൊക്കെ മനുഷ്യനുണ്ടാവും. പക്ഷേ അതൊക്കെ നമ്മൾ അറിയുന്നില്ല. എന്താണ് കാരണം? എല്ലായ്മയേറുന്ന ജീവിതയാത്രയിൽ ഉല്ലാസം നൽകണേ. എന്തിന്? എപ്പോൾ? ഉല്ലാസം എപ്പോഴും ഏകുവാനായിട്ട് ചിത്തത്തിൽ വാഴണേ. അല്ലയോ ജഗദംബികെ, കടാമ്പുഴ അമ്മേ, അവിടുന്ന് എൻ്റെ മനസ്സിൽ വാഴണേ എന്ന് ഇരിക്കുമ്പോൾ ആ ജഗദംബ അകത്ത് വരുമ്പോൾ നമ്മൾ അറിയുന്നില്ല. ഒരു പക്ഷേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാതിരിക്കില്ല. ഇതൊക്കെ അറിയലേ പ്രശ്നമുള്ളൂ. അതതിൻ്റെ പാട്ടിൽ നടക്കും. നമ്മൾ ബസ് തെറ്റി ഒരുപാട് ചിറ്റിയാലും നമ്മളത് അറിയാതെ സുഖമായിട്ട് വേറെ ഏതോ വഴിക്കൊക്കെ എത്തുമ്പോൾ നമ്മൾ ബസ് തെറ്റിയതൊന്നും ഓർക്കില്ല. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ അതെന്താണ് കാരണം? ആ ജഗദംബയുടെ സ്വരൂപ മനസ്സിൽ ചിന്തിക്കുമ്പോഴേക്കും വരാൻ കഴിഞ്ഞാൽ പിന്നെ ലോകത്തിലൊന്നിനും ഒരു പ്രശ്നമില്ല. അതുപോലെ സാക്ഷാത് ശ്രീഗുരുവായപ്പനെ കണ്ണടച്ചോ അല്ലാതെയോ നടക്കുമ്പോഴോ എന്ത് ചെയ്യുമ്പോഴോ മനസ്സിൽ തീർത്തും ഭഗവത് പ്രസാദത്തിനാണ് ചാനി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞാലോ, അപ്പോൾ അവിടെ നമുക്ക് യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാകുന്നില്ല. അഥവാ ഉണ്ടാകുന്നത് നാം അറിയുന്നില്ല. ഭഗവാൻ തന്നെ അത് സ്വീകരിച്ചോളും എന്ന് ഉറപ്പ് പറയുന്നതാണ്. എല്ലാം ഭഗവാനിലേക്ക് സമർപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരുപക്ഷെ നമ്മൾ ചെയ്യേണ്ട ഒരുപാട് ലൗകിക ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് സാധിച്ചില്ലെങ്കിൽ പോലും ഭഗവാന്റെ ഒരു കടാക്ഷം ഉണ്ടെങ്കിൽ, ത്വയ്യ പ്രസന്നേസതി കിമന്യൽ ത്വയ്യ അപ്രസന്നേസതി കിമന്യൽ, ഭഗവത് പ്രസാദമുണ്ടെങ്കിൽ എന്ത് വേണം? അതില്ലെങ്കിൽ എന്തുണ്ടായിട്ട് ഒരു കാര്യവുമില്ല അർത്ഥം. അപ്പോൾ ഭഗവത് പ്രസാദത്തിന് വേണ്ടി ഈ ദിവസങ്ങളും എന്നും കഴിച്ചു കൂട്ടുവാൻ ശ്രീ ഗുരുവായൂരപ്പനും കാടാമ്പുഴ അമ്മയൊക്കെ നമ്മളെ ചോറ്റാനിക്കര അമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വർഷവും ഈ 2 ദിവസം ഈ കഥകളിലൂടെ ഒന്ന് സ്മരിക്കാൻ അവസരം കിട്ടിയ ആ വിശിഷ്ട വാത്സല്യങ്ങൾക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. കേളീലോലം ഉദാരനാദമുരളീ നാളി നിലീനാധരം ധൂളി ധൂമള കാന്തകുന്തള ഭരവ്യാസംഗി പിഞ്ചാഞ്ചലം നാളീകായതലോചനം നവഘനശ്യാമം കൊണൽ കിങ്കിണി പാളി ദന്തുര പിങ്കളാംബരധരം ഗോപാലബാലം ഭജേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.